ഹലോ ഓൾ, IIT JAM 2026 കെമിസ്ട്രി എക്സാമിൻ്റെ സൊല്യൂഷൻ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഏകദേശം 19ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, വൺ ബൈ വൺ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഓൺ സ്ക്രീൻ. എന്താണ് ഒരു ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ടല്ലേ. ചോദിച്ചിരിക്കുന്നത് ദ മേജർ പ്രോഡക്റ്റ് W ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ്. തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ മേജർ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ലെവലിലുള്ള ഡിസ്കഷനിലേക്കല്ല പോകുന്നത്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നല്ലേ. അതിന് ഈ റിയേജൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, കൂടെ ഡൈഥൈൽ ഈതർ ഒരു സോൾവെൻ്റ് ആണ്. യു ഹാവ് എത്തനോൾ. നോർമൽ എത്തനോൾ അല്ല, ഹൈഡ്രജന് പകരം ഡ്യൂറ്റീരിയം ഉള്ള എത്തനോളാണ്, ഡ്യൂറ്റീരിയേറ്റഡ് എത്തനോൾ അല്ലേ. അപ്പോൾ ഒരു ബെർച്ച് റിഡക്ഷൻ കണ്ടീഷൻ ആണെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ഒരു സിംഗിൾ ഇലക്ട്രോൺ റിഡക്ഷൻ്റെ മെക്കാനിസമാണ് അത് ഫോളോ ചെയ്യുന്നതെന്നറിയാം. അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡൈൻ ആയിരിക്കില്ല പ്രൊഡക്റ്റ്, നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡൈൻ ആയിരിക്കും. ഓക്കെ, സോ 1,4 ഡൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുക, നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഇരിക്കുക? നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീസോമറിക്കൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് OMe അല്ലേ. സോ OMe ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കണം? യു ഹാവ്, നിങ്ങൾക്ക് ബേസിക് 1,4 ഡൈൻ സ്കെലിറ്റൺ ഇങ്ങനെ ഇരിക്കും അല്ലേ. 1,4 ഡൈൻ. എന്തുകൊണ്ടാണ് 1,4 ഡൈൻ? 1, 2, 3, 4 അല്ലേ. യു ക്യാൻ നമ്പർ ഇറ്റ്. 1,4 ഡൈനിൽ നിങ്ങളുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ sp2 കാർബൺ ആയിരിക്കണം. ഓക്കെ, സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ബേസിക് കണക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഈ ഒരു 1,4 ഡൈൻ സിസ്റ്റം നിങ്ങളുടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു 1,4 ഡൈനാണ്, ഇതും ഒരു 1,4 ഡൈനാണ്. ബാക്കി രണ്ടും 1,4 ഡൈൻസ് അല്ല, ബാക്കിയെല്ലാം എന്താണ്? 1,3 ഡൈൻസ് ആണ് അല്ലെ, കോൺജുഗേറ്റഡ് ഡൈൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് 2 മോളിക്യൂൾസ് ആയിരിക്കില്ല ആൻസർ. പിന്നെ ഈ 2 ആൻസർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കേണ്ട കാർബൺ ഏതാണ്? ഇറ്റ് ഷുഡ് ബി an sp2 കാർബൺ. അപ്പോൾ sp2 കാർബണിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്ന ഒരു ഒറ്റ കോമ്പൗണ്ടേ ഉള്ളൂ, ഫസ്റ്റ് മോളിക്യൂൾ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഈസിലി നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും, ഈ മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഡ്യൂറ്റീരിയം എവിടെ പ്ലേസ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ട്രേറ്റ് അവേ നിങ്ങളുടെ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഇതിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഡ്യൂറ്റീരിയം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈസിലി നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കും ആ ഡ്യൂറ്റീരിയത്തെ ഫോളോ ചെയ്യാതെ തന്നെ. ഇനി ഡ്യൂറ്റീരിയം എന്തുകൊണ്ട് അവിടെ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഫോളോ ദ മെക്കാനിസം. യു ക്യാൻ ഈസിലി റൈറ്റ് എന്താണ് ആനിയോൺ പ്രോട്ടോണേറ്റഡ് ആകുന്നതിന് പകരം പ്രോട്ടോണിന്റെ സ്ഥാനത്ത് ഇവിടെ ഡ്യൂറ്റീരിയമാണ്. സോ യു വിൽ ഗെറ്റ് ഡ്യൂറ്റീരിയേറ്റഡ് പ്രൊഡക്റ്റ്. സിമ്പിൾ. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ബേസിക് സ്റ്റീരിയോ കെമിസ്ട്രി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രിക്കി വേയാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വസ്റ്റൻ വളരെ സിമ്പിളാണ്. ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എക്സ് ആൻഡ് വൈ ഈസ് ദാറ്റ്. അതായത് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. യു ഹാവ് ടു ഫിൽ ഇൻ ദാറ്റ് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ അതിന് 4 ഓപ്ഷൻ ഉണ്ട്: എനാൻഷിയോമോസ്, ഡയസ്റ്റിരിയോമോസ്, ഐഡന്റിക്കൽ മോളിക്യൂൾസ്, റീജിയോഐസോമോസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോളിക്യൂളിൽ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, 2 മോളിക്യൂളും ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി സിമിലാരിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ സ്കെലിട്ടൺ സെയിം ആണ് അല്ലേ. സ്കെലിട്ടൺ സെയിം ആണ്. ഇവിടെ ഒരു 6 മെമ്പേർഡ്, ഇവിടെ ഒരു 5 മെമ്പേർഡ്, ഇവിടെ ഒരു 6 മെമ്പേർഡ്, ഇവിടെ ഒരു 5 മെമ്പേർഡ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഫസ്റ്റ് മോളിക്യൂളിൽ മിഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് ഈ ഒരു കാർബണേലാണ്. യു ക്യാൻ സീ ദ ഈ റെഡ് കാർബണേലാണ് അല്ലേ. വൈയിൽ ഇരിക്കുന്നതോ ഈ ഒരു വയലറ്റ് കാർബണേലാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതായത് മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ റീജിയോഐസോമേഴ്സ് ആണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് റീജിയോഐസോമർ അല്ല. കാരണം ഈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ CH3 ഇരിക്കുന്ന അതേ സൈഡിൽ യു ഹാവ് എ കാർബണൈൽ ഗ്രൂപ്പ്. ഇവിടെയും CH3 ഇരിക്കുന്ന അതേ സൈഡിൽ യു ഹാവ് എ കാർബണൈൽ ഗ്രൂപ്പ്. അതായത് സിമിലർ എൻവയോൺമെന്റ് ആണെന്ന് ഒരു ഹിന്റ് തരുന്നുണ്ട് അല്ലേ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കാർബണൈൽ ഗ്രൂപ്പ് എന്താണ്? അൺഹൈഡ്രേറ്റ് ആണ് അല്ലെ. അൺഹൈഡ്രേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് മേലെയും ഒരു കാർബണൈൽ ഉണ്ട്, താഴെയും ഒരു കാർബണൈൽ ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് എൻ അൺഹൈഡ്രേറ്റ്. അൺഹൈഡ്രേറ്റ് നിങ്ങളുടെ 6 മെമ്പറിലേക്ക് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫ്യൂഷൻ ആയിട്ടാണ്. യു ഹാവ് എ ഹൈഡ്രജൻ അപ്പ് ആൻഡ് ഹൈഡ്രജൻ ഡൗൺ. ഇവിടെയും നിങ്ങൾക്ക് കാണാം ഹൈഡ്രജൻ അപ്പ് ആൻഡ് ഹൈഡ്രജൻ ഡൗൺ. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് ലൈക്ക് ദിസ്. ഈ Y എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നിങ്ങൾ മോളിക്യൂളിനെ എടുത്തുന്നത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണം? നിങ്ങളൊരു കോർഡിനേറ്റ് സിസ്റ്റം ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നോർമൽ കോർഡിനേറ്റ് സിസ്റ്റം, സോറി. ഓക്കെ,
Yeah. So this will be your z axis, this will be your x axis, this will be your y axis. Okay. അപ്പോൾ നിങ്ങളുടെ മോളിക്യൂൾ ഇരിക്കുന്ന പ്ലെയിൻ ഏതാണ്? ഓക്കെ, ഈ ഒരു പ്ലെയിൻ ആണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻ ഇരിക്കുന്ന അതേ പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ എവിടെയാണോ വെച്ചിരിക്കുന്നത് അതേ പ്ലെയിൻ ആണ്, വിച്ച് ഈസ് ദാറ്റ് പ്ലെയിൻ? ZY പ്ലെയിൻ. ZY പ്ലെയിനിൽ ഇരിക്കുന്ന നിങ്ങളുടെ മോളിക്യൂളിനെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി ഫ്ലിപ്പ് ചെയ്ത് ZY പ്ലെയിനിൽ തന്നെ തിരിച്ചു വെക്കുക. അതായത് നിങ്ങൾ ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ മറിച്ചിടുന്ന പോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചു വെക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടുന്ന് നിങ്ങളൊരു ദോശ തിരിച്ചിടാതിരിക്കുന്ന അല്ലേ യൂസ് ചെയ്യുന്ന ഒരു ചട്ടുകം എടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ്ലി ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ മിഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് പോകും അല്ലേ. അതായത് ഈ മോളിക്യൂളിൻ്റെ ഈ ഒരു പോർഷൻ, ദിസ് ഹാഫ് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഐ വിൽ ഡു, ഞാൻ ഇതിനെ ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. Okay, so you can see that ഇതായിരിക്കും നിങ്ങളുടെ മോളിക്യൂളിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് അല്ലേ. ഹാഫായിട്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അറൗണ്ട് ദിസ് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴത്തെയുള്ള പോർഷൻസ് അല്ലേ, ഈ കാർബൺസ് എല്ലാം എങ്ങോട്ട് പോകും? മേലേക്ക് പോകും. ആൻഡ് ഗ്രീൻ കാർബൺസ് എല്ലാം താഴേക്ക് വരും അല്ലേ. ഗ്രീൻ കാർബൺസ് എല്ലാം താഴേക്ക് വരും. അപ്പം ഗ്രീൻ കാർബൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി താഴേക്ക് വരും അല്ലേ. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. വാട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഗ്രീൻ കാർബൺസ് എല്ലാം താഴെ വന്നു. ഇപ്പോൾ വയലറ്റ് കാർബൺസ് എല്ലാം മേലെ പോയി അല്ലേ, റൈറ്റ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് അവിടെ ഇൻടാക്റ്റ് ആയിരിക്കും. മിഥൈൽ എവിടെയാണ് ഇരിക്കുക? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പർപ്പിൾ കാർബൺ അല്ലെങ്കിൽ വയലറ്റ് കാർബൺ. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ വാട്ട് ഈസ് ദ കളർ യു ആർ സീയിങ്. ഓക്കെ, നൗ നിങ്ങൾ ഈ ഹൈഡ്രജനെ ഒന്ന് ഫോളോ ചെയ്തേ. ഹൈഡ്രജൻ ആസ് ഓഫ് നൗ നമ്മളെ ഫേസ് ചെയ്ത് നമ്മുടെ നേരെയാണ് ഇരിക്കുന്നത് അല്ലേ, റൈറ്റ്. ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകും? ഇറ്റ് വിൽ ഗോ ടു ഈ ഒരു സൈഡിലേക്ക് പോകും. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ നമ്മുടെ നേരെ ആയിരിക്കും വരിക, അതോ നമ്മുടെ എവേ ആയിട്ടായിരിക്കും ഇരിക്കുക? യു ക്യാൻ ഈസിലി ഇമാജിൻ. അത് ഇമാജിൻ ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ്, നിങ്ങൾക്ക് ഈ ഒരു മോളിക്യൂളിനെ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്ത ലൈക്ക് യു ക്യാൻ പ്ലേസ് ദിസ് മോളിക്യൂൾ ഓൺ എ ടേബിൾ. മോളിക്യൂൾ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദിസ്. ഇതൊരു ടേബിളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ടേബിളിൻ്റെ പ്ലെയിൻ ആണ്. ദിസ് ഇസ് ദ ടേബിൾ. ടേബിൾ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കാണുകയാണ്. ഓക്കെ, ഓക്കെ. സോ ഈ മോളിക്യൂളാണ് നിങ്ങളുടെ പ്ലെയിനിൽ ഇരിക്കുന്നത്. ആൻഡ് 6 മെമ്പർ റിംഗ് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഹൈഡ്രജനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. ദീസ് ആർ ദി ഗ്രീൻ കാർബൺസ് ആൻഡ് ദീസ് ആർ ദി പർപ്പിൾ കാർബൺസ് ഓർ ബ്ലൂ കാർബൺസ്. ഓക്കെ, നൗ ഞാൻ ഹൈഡ്രജനെ ഇനി ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഹൈഡ്രജൻ വിൽ ബി ടുവേർഡ്സ് ദി അപ്പ് സൈഡ് ആൻഡ് ദി അതർ ഹൈഡ്രജൻ വിൽ ബി ടുവേർഡ്സ് ദി ഡൗൺ സൈഡ്. ഓക്കെ, ഞാൻ ഇതിനെ ഇനിയും ഐ എം ട്രൈങ് ടു യൂസ് ആൻ ആക്സിസ്. എങ്ങനെയായിരിക്കും ആക്സിസ് ഇരിക്കുക? ദ ആക്സിസ് വിൽ ബി ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ അല്ലേ, ദിസ് ഡിറക്ഷൻ. ഈ ആക്സിസ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് അല്ലേ. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകും? ദിസ് ഹൈഡ്രജൻ വിൽ ഗോ ടു ദി ഡൗൺ സൈഡ് ആൻഡ് ഈ ഒരു ഹൈഡ്രജൻ ഇറ്റ് വിൽ ഗോ ടു ദി അപ്പ് സൈഡ്. സോ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിമിലർ അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇനിഷ്യലി നിങ്ങൾക്കുണ്ടായിരുന്ന മിഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയായിരുന്നു? ഇറ്റ് വിൽ ബി സംവെയർ ഹിയർ, ഇവിടെയായിരുന്നു. ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഇറ്റ് വിൽ ഗോ ടു ദി അതർ സൈഡ്. ഹൈഡ്രജൻസ് ഇരിക്കുന്ന അതേ ഓറിയന്റേഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അത് ഇമാജിൻ ചെയ്യാൻ സ്ലൈറ്റ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഫോക്കസ് ദിസ് ഏരിയ. ഈ ഒരു ഏരിയ മാത്രം നോക്കുക ഹൈഡ്രജൻസ് ഇരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഏരിയ മാത്രം നോക്കുക. ഇതിനെ ഞാൻ സിംപ്ലി പിടിച്ച് റൊട്ടേറ്റ് ചെയ്താൽ, ഇഫ് ഐ എം യൂസിങ് ആൻ ആക്സിസ്, ഇങ്ങനെ ഒരു ആക്സിസിൽ പിടിച്ച് ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ റൗണ്ടഡ് ഹൈഡ്രജൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വരും. ഈ സ്ക്വയർ ഹൈഡ്രജൻ ട്രാവൽ ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വരും അല്ലേ. ബേസിക്കലി പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷേ സിമിലർ പൊസിഷനിലേക്ക് തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ യു വിൽ എൻഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് എ സിമിലർ
കോൺഫിഗറേഷൻ അല്ലെ, ഒരു സിമിലർ അറേഞ്ച്മെന്റ് ആയിരിക്കും കിട്ടുക, റൈറ്റ്. അപ്പോൾ നിങ്ങളുടെ സർക്കിൾഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ സ്ക്വയർഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ അടുത്തേക്ക് പോയി, സ്ക്വയർഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ സർക്കിൾഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ റിലേറ്റീവ് അറേഞ്ച്മെന്റ് എന്നാണ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അറേഞ്ച്മെന്റ് ഇവിടെ എന്തായിരിക്കും? ഒരു ഹൈഡ്രജൻ മേലേക്ക് ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ താഴേക്ക് ഉണ്ടാവും. ഇത് ഏതാണ് മോളിക്യൂൾ? ഇറ്റ് ഈസ് എക്സ് അല്ലെ. അപ്പോൾ നിങ്ങൾ വൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ യു ആക്ച്വലി ഗോട്ട് എക്സ്. ഇത് വൈ ആയിരുന്നു, ഇത് എക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ചുമ്മാ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു മോളിക്യൂൾ കിട്ടുന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ദേ ആർ നത്തിങ് ബട്ട് ഐഡന്റിക്കൽ മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് ഐഡന്റിക്കൽ മോളിക്യൂൾസ്. ഓക്കെ, സോ ഐഡന്റിക്കൽ മോളിക്യൂൾസ് എന്നുള്ള ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഈ കേസിൽ അത് യു ക്യാൻ സീ ദാറ്റ് ദാറ്റ്സ് ദ തേർഡ് ഓപ്ഷൻ. Depends on it. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് the option will be shuffled, so don't focus on the option number. Answer is identical molecules. Okay, now we'll move on to the next question. Yeah, so നാച്ചുറൽ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ DNA the number of hydrogen bonds that hold each adenine thymine base pair. adenine thymine base pair ഹോൾഡ് ചെയ്യുന്ന അല്ലേ, അഡിനിൻ തൈമിൻ ബേസ് പെയർ ഹോൾഡ് ചെയ്യുന്നതും പിന്നെന്താണ്? ആൻഡ് ഈച്ച് ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയർ, ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയർ ഹോൾഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഹൈഡ്രജൻ ബോൺസിന്റെ എണ്ണം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അഡിനിൻ തൈമിൻ ബേസ് പെയറിന്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് കഴിഞ്ഞ് ഗ്വാനിൻ ഫോളോഡ് ബൈ ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയർ. ഇത് കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടു റൈറ്റ് ദി ആൻസർ. അത്രയേ ഉള്ളൂ അല്ലേ. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി റൈറ്റ്, അല്ലെങ്കിൽ അതൊരു ഇൻഫർമേഷൻ അങ്ങനെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ യു ക്യാൻ റൈറ്റ്. സോ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ദറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, ഐ ആക്ച്വലി ഐ ക്യാൻ ഷോ യു ആൻ ഇമേജ്. ബേസിക്കലി മേ ബി ദിസ് ക്യാൻ ഹെൽപ്പ് യു റീകോൾ ദറ്റ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ അഡിനിനും തൈമിനും ഒരു ക്വാളിറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, കംപ്ലീറ്റ് സ്ട്രക്ചർ അല്ല. സോ അഡിനിനും തൈമിനും തമ്മിൽ എന്താണ്? 2 ഹൈഡ്രജൻ ബോൺസ് ആണുള്ളത് അല്ലേ. സോ 2 ഹൈഡ്രജൻ ബോൺസ്. ആൻഡ് സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ എന്താ 3 ഹൈഡ്രജൻ ബോൺസ് ആണുള്ളത്. സോ ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് പിക്ചർ മാത്രമാണ്. യു ക്യാൻ ആക്ച്വലി റെഫർ ടു യുവർ നോട്ട് ആൻഡ് സീ ദി ആക്ച്വൽ പിക്ചർ. എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് റീകൺഫേം ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ദി ആൻസർ ഷുഡ് ബി എന്താണ്? 2, 3 അല്ലേ. ദ ഓർഡർ ഷുഡ് ബി വെരി പെർഫെക്റ്റ്. അല്ലെങ്കിൽ എന്താണ് പറ്റുക? നിങ്ങൾക്ക് ഉത്തരം ശരിയാകും, മനസ്സിൽ പക്ഷേ കുത്തുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഈസ് ആസ്ക്ഡ്? അഡിനിൻ തൈമിൻ അതാണ് ആദ്യം വരേണ്ടത്, വിച്ച് ഈസ് 2. ദെൻ ഗ്വാനിൻ സൈറ്റോസിൻ വിച്ച് ഈസ് 3. That means this should be the option. Okay, very well. We'll move on to the next question. The molecule that gets interconverted into its enantiomer. ഒരു മോളിക്യൂൾ അതിൻ്റെ എനാൻഷ്യോമർ ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ? അപ്പോൾ റിംഗ് ഫ്ലിപ്പിംഗ് ഇൻ ഇറ്റ്സ് ചെയർ കോൺഫർമേഷൻ. അതിൻ്റെ ചെയർ കോൺഫർമേഷനിൽ റിംഗ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ചെയർ കോൺഫർമേഷൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ പ്രോബ്ലി തിങ്ക് അബൌട്ട് ദ മോളിക്യൂൾ സൈക്ലോഹെക്സൈൻ എന്തെങ്കിലും ഒരു ഡെറിവേറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഓപ്ഷൻ യു ക്യാൻ സീ ദാറ്റ് എല്ലാം സൈക്ലോഹെക്സൈൻ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ സൈക്ലോഹെക്സൈനിൽ റിംഗ് ഫ്ലിപ്പിംഗിൽ കൂടി എനാൻഷ്യോമർ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിലേതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ബേസിക് ഐഡിയ ആണ്. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റീകളക്ട് ദി ഹോൾ ഐഡിയ, ഐ ക്യാൻ ജസ്റ്റ് ഹെൽപ്പ് യു ഒന്ന് ബ്രീഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂളും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. cis-1,3 ഡൈമിഥൈൽ സൈക്ലോഹെക്സൈൻ. അപ്പോൾ ഡൈമിഥൈൽ സൈക്ലോഹെക്സൈൻ്റെ ഫസ്റ്റ് വാട്ട് വി ക്യാൻ ഡു, ദിസ് എ ബേസിക് സൈക്ലോഹെക്സൈൻ അല്ലേ. അപ്പോൾ 1,3 dimethyl cyclohexane. So first methyl group I'll just put it in axial, random at axial ഇടും, ബിക്കോസ് എന്താണെങ്കിലും നമ്മൾ റിംഗ് ഫ്ലിപ്പ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ഇനി തേർഡ് പൊസിഷനിൽ അടുത്ത മിഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലേ. അപ്പോൾ തേർഡ് പൊസിഷനിൽ ഇറ്റ് ഷുഡ് ഓൾസോ ബി ആക്സിയൽ, എന്നാൽ മാത്രമേ അത് സിസ് ആകുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ 2 മിഥൈൽ ഗ്രൂപ്പ് നിങ്ങളുടെ നേരെ കണ്ടാൽ മാത്രമാണ് അല്ലെ, ഒരേ സൈഡിലേക്ക്, രണ്ടും മേലേക്കാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി സിസ്. ഇതിനെ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? യു വിൽ ബി ഗെറ്റിംഗ് ദി അതർ ചെയർ കൺഫോമർ. ആ ചെയർ കൺഫോമറിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഒരു കാർബൺ ഏതായിരിക്കും? ഇറ്റ് വിൽ ബി ദിസ് കാർബൺ അല്ലെ, ആൻഡ് ഈ ബ്ലൂ കാർബൺ ഈ കാർബൺ ആയിരിക്കും, റൈറ്റ്. സോ നിങ്ങളുടെ ആക്സിയൽ ബോണ്ടുകളെല്ലാം ഇക്വിറ്റോറിയൽ ബോണ്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യും റിംഗ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇവിടെ ആക്സിയൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന മിഥൈൽ എന്താകും? ഇറ്റ് വിൽ ബിക്കം ഇക്വിറ്റോറിയൽ, ഇക്വിറ്റോറിയലായി മാറി അല്ലേ. ദെൻ സിമിലർലി ഇവിടെയും ഇക്വിറ്റോറിയലായി മാറി, റൈറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഈ രണ്ട് ഫോംസും റിംഗ് ഫ്ലിപ്ഡ് ഫോംസ് ആണ് സെയിം മോളിക്യൂളിൻ്റെ. ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ കാണാൻ പറ്റും
ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു മിറർ ഇമേജ് റിലേഷൻഷിപ്പും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്താലും ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ. യു ക്യാൻ ട്രൈ ഫോർ യുവർ സെൽഫ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് സിസ് 1,3 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ എനാൻഷോമറേ കിട്ടുന്നില്ല. റൈറ്റ്, ഇറ്റ്സ് ആൻ ഈസി, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കാൻ. ഇനി സിസ് 1,4 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈൻ ആണെങ്കിലോ, okay, I'll show it here. 1,4 എന്ന് പറയുമ്പോൾ I'll show the methyl group. ഫസ്റ്റ് പൊസിഷൻ ഇതാണ്. ഓക്കെ, സോ ഇതാണ് ഫോർത്ത് പൊസിഷൻ. 1, 2, 3, 4. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ മീത്തൈൽ മേലെയാണെങ്കിൽ സിസ് വരണമെങ്കിൽ ഫോർത്ത് പൊസിഷനിൽ മീത്തൈൽ എവിടെയായിരിക്കണം? ഫോർത്ത് പൊസിഷനിൽ മീത്തൈൽ വീണ്ടും ആക്സിൽ ആണെങ്കിൽ ദ പ്രോബ്ലം ഈസ് ഒരു ആക്സിൽ ഓൾറെഡി മേലേക്കാണ്, മറ്റേ ആക്സിൽ ഓൾറെഡി താഴേക്ക് വരും അല്ലേ. അപ്പം ഒന്ന് മേലേക്ക് ഒന്ന് താഴേക്ക് വേണമെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ട്രാൻസ് റിലേഷൻഷിപ്പ്. സ്വാഭാവികമായിട്ടും മീത്തൈൽ എവിടെയാണ് വരേണ്ടത്? ഇറ്റ് ഷുഡ് കം ഇൻ ദി ഇക്വിറ്റോറിയൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ യു ക്യാൻ സേ ദാറ്റ് ദേ ആർ ഇൻ സിസ് പൊസിഷൻ, ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഇനി ഇത് ഫ്ലിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എനാൻഷോമർ കിട്ടുമോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ദി മോളിക്യൂൾ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് കൈറൽ. കാരണം എന്താ? യു ക്യാൻ ഈസിലി വിഷ്വലൈസ് ദാറ്റ് ഈ ഒരു കാർബണും ഈ ഒരു കാർബണും കണക്ട് ചെയ്ത് യു ആർ ഹാവിങ് എ പ്ലെയിൻ, ഒരു സിഗ്മ പോകുന്നുണ്ടല്ലേ. ക്യാൻ കണക്ട് എ സിഗ്മ. ആ സിഗ്മ ഞാനൊരു I'll try to, this will be the sigma. It will divide the molecule into half. Okay, ഇതിൻ്റെ അതർ സൈഡിലുള്ള ഈ ഒരു പീസും സിമെട്രിക് ആയിരിക്കും. റൈറ്റ്, യു ക്യാൻ സി ഇവിടെ മേലെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ താഴെ ഒരു കാർബൺ ഉണ്ട്, താഴെ ഒരു കാർബൺ ഉണ്ട്. സോ ദേ വിൽ ബി സിമെട്രിക്. ഹെൻസ് ഈ ഒരു മോളിക്യൂളിന്റെ കൈറാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ കൈറാൽ അല്ലാത്തത് കൊണ്ട് there is no question about enantiomer. Okay, so second one അല്ല. ഇനി trans 1,2 dimethyl cyclohexane. Trans 1,2, we can draw that. ഫസ്റ്റ് പൊസിഷനിൽ വിൽ പുട്ട് മിഥൈൽ ഗ്രൂപ്പ്. ട്രാൻസ് വരണമെങ്കിൽ സെക്കൻഡ് പൊസിഷനിലും നിങ്ങൾക്ക് ആക്സിൽ തന്നെ ഇട്ടാലേ കിട്ടുകയുള്ളൂ അല്ലേ. ഇനി ഇതിനെ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ വാട്ട് വി വിൽ ഗെറ്റ്? നിങ്ങളുടെ ആക്സിൽ എല്ലാം എന്തായി മാറും? ഇക്വിറ്റോറിയലായി മാറും അല്ലേ. സോ ഇക്വിറ്റോറിയലായി കഴിഞ്ഞാൽ യു കൻ നോട്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു മിറർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്താലും നിങ്ങളുടെ ഈ രണ്ട് മിഥൈൽ ഗ്രൂപ്പ്സും ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? രണ്ടും ആക്സിയൽ പൊസിഷനിലാണ്. യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് എ മിറർ റിലേഷൻഷിപ്പ്. ഇവിടെ ഒരിക്കലും ഒരു മിറർ റിലേഷൻ ഉണ്ടാകില്ല. സോ ഇതും എനാൻഷ്യോമേഴ്സ് അല്ല. അപ്പോൾ 3 എനാൻഷ്യോമർ റിലേഷൻ കാണിക്കുന്നില്ലെങ്കിൽ 4ാമത്തെ ആകാനുള്ള സാധ്യതയുണ്ട്. 4ാമത്തെ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലും ഒബ്വിയസ്ലി ദാറ്റ് കുഡ് ബി ദി ആൻസർ. ബട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സിസ് 1,2 അല്ലേ. അപ്പോൾ മിഥൈൽ ആക്സിൽ ഇടുന്നു. മിഥൈൽ ആക്സിൽ ഇട്ടാൽ സിസ് വരണമെങ്കിൽ നെക്സ്റ്റ് മിഥൈൽ എവിടെ വരണം? ഇറ്റ് ഷുഡ് കം ഇൻ ദി ഇക്വിറ്റോറിയൽ അല്ലേ. ഇനി ഇതിനെ ഫ്ലിപ്പ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഇതിനെ ബ്ലൂ കാർബൺ ആയിട്ടും ഐ വിൽ പുട്ട് ദി അതർ വൺ ആസ് റെഡ് കാർബൺ. ഫ്ലിപ്പ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ ഗെറ്റ് ദി അതർ ചെയറിൽ ബ്ലൂ വിൽ ബി ഹിയർ, റെഡ് വിൽ ബി ഹിയർ. റൈറ്റ്, അപ്പോൾ നിങ്ങളുടെ ആക്സിയൽ ബോണ്ടൊക്കെ ഇക്വിറ്റോറിയലായി മാറും, ഇക്വിറ്റോറിയൽ ബോണ്ടൊക്കെ ആക്സിയലായി മാറും. ഓക്കെ, റൈറ്റ്. നൗ വാട്ട് യു ഹാവ് ടു ഡു, ഇതിനെ ഒന്ന് ഈ ഒരു ആക്സിസിൽ കൂടി, ഏത് ആക്സിസിൽ കൂടി? ഇവിടെ ഒരു C3 ആക്സിസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങളുടെ സൈക്ലോഹെക്സൈൻ ഒരു കൈൻഡ് ഓഫ് C3 ആക്സിസ് അല്ലേ. ആ C3 ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ 3 കാർബൺസിൻ്റെയും പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ C3 ആക്സിസിൽ കൂടി 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ യു ക്യാൻ പുട്ട് ദിസ് കാർബൺ ഇൻ ദിസ് പ്ലേസ്. ഈ കാർബൺ ഇങ്ങോട്ടേക്ക് വരും, ഈ കാർബൺ ഇങ്ങോട്ടേക്ക് വരും. ദിസ് കാർബൺ വിൽ ഗോ ടു ദിസ് പ്ലേസ്. ഓക്കെ, സോ ഡൂയിങ് എ 120 ഡിഗ്രി റൊട്ടേഷൻ ത്രൂ ദാറ്റ് C3 ആക്സിസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കിട്ടുക റെഡ് കാർബൺ ഇവിടെ വരുന്നു, ബ്ലൂ വിൽ ബി കമ്മിങ് ഹിയർ. റെഡ് കാർബണിലെ മീത്തൈൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് ആക്സിയൽ. ബ്ലൂ കാർബണിലെ മീത്തൈൻ ഇറ്റ് ഈസ് ഇക്വിറ്റോറിയൽ. റൈറ്റ്, ഇനി നിങ്ങൾ ഈ മോളിക്യൂൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. Remove this one. You can see that both of them are mirror images and you cannot superimpose them. അതിൻ്റെ അർത്ഥം എന്താണ്? They are enantiomers. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി cis 1,2 dimethyl cyclohexane enantiomers ആണെന്ന്. വളരെ സിമ്പിളാണ്. നോൺ സൂപ്പർഇമ്പോസിബിൾ മിറർ ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു by just ring flipping. So the answer will be cis 1,2 dimethyl cyclohexane. Okay, moving on. Another interesting question, ഒരു ട്രാൻസ്ഫോർമേഷൻ
അല്ല ഒരു സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? ദി വാണ്ട് ടു നോ ദാറ്റ് വെദർ യു നോ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ താഴത്തെ ഏത് റിയാക്ഷൻ യൂസ് ചെയ്താൽ പറ്റും അല്ലേ. അപ്പോൾ അതൊരു നൈസ് ബ്രിഡ്ജ്ഡ് സിസ്റ്റമാണ്. യു ക്യാൻ സീ ദാറ്റ്. നമുക്ക് നോക്കാം, വിൽ സി. അപ്പം എല്ലാ കേസുകളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺജുഗേറ്റഡ് ഡൈൻ തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് പൊട്ടൻഷ്യൽ ഡീൽസാളുടെ റിയാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ എല്ലാം തെർമൽ കണ്ടീഷനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് മീൻസ് ഇതൊരു ഡൈനോഫൈലാണ്, നല്ല ഡൈനോഫൈലാണ്. ഒരു ഡീൽസാളുടെ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ് സെയിം ആണ്. നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ടെംപ്ലേറ്റ് നോക്കിയേ. ദ ടെംപ്ലേറ്റ് ഈസ് പ്രിറ്റി മച്ച് സെയിം. മിഥൈൽ മിഥൈൽ വൺ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിനെ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് കേസിൽ ആ ഗ്രൂപ്പ് എന്താണ്? നൈട്രോ. സെക്കൻഡ് കേസിൽ സയനോ. തേർഡ് കേസിൽ OTMS. ഫോർത്ത് കേസിൽ ആൽഡിഹൈഡ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇതാണ് നിങ്ങളുടെ ഡൈനോഫൈൽ, റൈറ്റ്. ഇതിലേക്ക് നിങ്ങളുടെ ഡൈൻ ആഡ് ചെയ്യുകയാണ്. ഡൈൻ ആഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾക്കൊരു 4+2 സൈക്കിൾ അഡീഷൻ നടക്കും, റൈറ്റ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ്, ആദ്യം I'll try to draw the normal way, then we can convert it into bridge. Okay, so this is the green part, G. What is the hydrogen and now? Okay, so these are the two new bonds. Within the ബാക്കിയായിട്ട് എന്താണ് ഇവിടെ? You will be having the bridge. Okay, so ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഇതിനെ ഒന്ന് ബ്രിഡ്ജ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, സോ യു വിൽ ബി ഹാവിങ് എ G ഗ്രൂപ്പ്. ആ G ഞാൻ എക്സലാണിക് ടൂളിലാണ് ഫോർ ദ ടൈം ബീങ് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇതിനൊരു ജനറൽ സ്ട്രക്ചറാണ് അല്ലേ. എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു ഫോമിലായിട്ട് ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതായിരിക്കും എല്ലാ കേസിലും, റൈറ്റ്. നൗ ഓക്കെ, സോറി. നോ വാട്ട് വിൽ ഹാപ്പൻ? ഫസ്റ്റ് കേസിൽ എന്താണ്? G എന്താണ്? വി ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് നൈട്രോ ഗ്രൂപ്പ്. സെക്കൻഡ് കേസിൽ G എന്താണ്? സയനോ ഗ്രൂപ്പ് അല്ലേ, ഒരു നൈട്രേറ്റ്. തേർഡ് കേസിൽ ഇറ്റ് ഈസ് OTMS. ഫോർത്ത് കേസിൽ എന്താണ്? ആൽഡിഹൈഡ്. ഓക്കെ, ഇനി നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് ഇതൊക്കെയാണ് 1, 2, 3, 4 ഓപ്ഷൻസ്, റൈറ്റ്. ഇനി നൈട്രോ ഗ്രൂപ്പിനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടൈറ്റാനിയം ക്ലോറൈഡ്, ടൈറ്റാനിയം 3+ and H2 യൂസ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇസ് നത്തിങ് ബട്ട് ഏത് റിയാക്ഷനാണ്? നെഫ് റിയാക്ഷനാണ്. നെഫ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ടോട്ടോമർ ഉണ്ടാകുന്നതായിട്ട്, ടോട്ടോമറിൻ്റെ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യും. ടോട്ടോമർ ഉണ്ടായിട്ട് ഫർദർ ഹൈഡ്രലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? ഇറ്റ് വിൽ ഈസിലി ഫോം കറസ്പോണ്ടിങ് കീറ്റോൺ. സ്റ്റാൻഡേർഡ് നെഫ് റിയാക്ഷൻ ആണ് അല്ലേ. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ആൻസർ കിട്ടി. ആൻഡ് ദി ക്വസ്റ്റ്യൻ വാസ് ദ റിയാക്ഷൻ ദാറ്റ് ഈൽഡ്സ് PS ദി മേജർ പ്രൊഡക്റ്റ് ആണ്. സോ ഇതൊരു MSQ അല്ലാത്തത് കൊണ്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഉറപ്പിക്കാം ദിസ് കുഡ് ബി ദ ആൻസർ. പക്ഷേ സ്റ്റിൽ യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് ദി അതർ ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ടു കൺഫേം ദാറ്റ് ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ അതർ കേസസ്. ബാക്കിയുള്ള കേസുകളിൽ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യു ആർ ആഡിങ് H3O+ അല്ലെ. H3O+ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ നൈട്രൈൽ ആദ്യം എന്താണ്? പ്രോട്ടോനേറ്റഡ് ആകും. പ്രോട്ടോനേറ്റഡ് ആയി കഴിഞ്ഞാൽ വാട്ടർ ക്യാൻ കം ആൻഡ് അറ്റാക്ക് വെയർ നിങ്ങളുടെ ഈ കാർബൺ ഹൈലി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയി. അപ്പോൾ ഈ ഒരു C∼N ഗ്രൂപ്പ് എന്തായി? ഹൈഡ്രലൈസ്ഡ് ആകും. ഹൈഡ്രലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എന്താണ് കിട്ടുക? യു ക്യാൻ സീ ദാറ്റ് OH വന്ന് അറ്റാക്ക് ചെയ്യും അല്ലെ. OH വന്ന് അറ്റാക്ക് ചെയ്താൽ okay, right. So
ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലേ. സോ ഒരു അമൈഡ് ഫർദർ ഹൈഡ്രോളൈസ് ആയി എഫക്റ്റീവ്ലി നിങ്ങൾക്ക് കിട്ടുക യു വിൽ എൻഡ് അപ്പ് വിത്ത് എ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുക, നിങ്ങൾക്കൊരു കീറ്റോൺ ആയിരിക്കില്ല കിട്ടുക. സോ ഓപ്ഷൻ 2 ശരിയായിട്ടുള്ളൊരു ഉത്തരമല്ല. സിമിലർലി OTMSനെ എന്ത് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രോബ്ലം ഒരു ഫ്ലൂറിൻ സോഴ്സ് ആയിരിക്കും. ടെട്രാബ്യൂട്ടൈൽ അമോണിയം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ TBAF ഫ്ലൂറൈഡ് സോഴ്സ് ആണ്. ഫ്ലൂറൈഡ് സോഴ്സ് എന്താ ചെയ്യുക? സിലൈലിനെ ഡീപ്രൊട്ടക്ട് ചെയ്യും. സിലൈലിനെ ഡീപ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ പ്രൊട്ടനേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് എന്താണ്? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടും അല്ലേ, OH കിട്ടും, റൈറ്റ്. പക്ഷേ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ ഇവിടെ വേറെ റിയേജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കീറ്റോണിലേക്ക് എത്തില്ല. ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താണ്? യു ആർ ജസ്റ്റ് യൂസിങ് KMnO4. KMnO4 എന്ത് ചെയ്യും? ഈ CHO ഓക്സിഡൈസ് ചെയ്യും. ഫർദർ എന്താണ്? ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ആണ് മാറുന്നത്. ഇവിടെ ഒരു കാർബണൈൽ ഗ്രൂപ്പ് അല്ല ഒരിക്കലും കിട്ടുക. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് തരുന്നത് നമ്മൾ കണ്ടു. ഒബ്വിയസ്ലി അതിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഈസിലി കിട്ടി അല്ലേ. സോ ദാറ്റ് വാസ് എൻ ഈസി ക്വസ്റ്റ്യൻ. F റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൈസ് സ്പെക്ട്രോസ്കോപ്പി പ്രോബ്ലം, NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നിങ്ങൾ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ മോസ്റ്റ്ലി ദൻ ഈസി വേ ടു ഡു ഈസ് ഇവിടെ ഈ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ മോളിക്യൂൾ സിമെട്രിക് അല്ല. ദിസ് ഇസ് നോട്ട് സിമെട്രിക്, റൈറ്റ്. ദിസ് ഇസ് നോട്ട് സിമെട്രിക്. ഇവിടെ അതുപോലെ തന്നെ ഈ മോളിക്യൂളും സിമെട്രിക് അല്ല, ഇതും സിമെട്രിക് അല്ല. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് സിമെട്രിക് അല്ലേ, ഇത് സിമെട്രിക് ആണ്. അതിൻ്റെ എല്ലാ മോളിക്യൂളിൻ്റെ കയ്യിലും പ്രത്യേകമായിട്ട് എല്ലാവർക്കും അരോമാറ്റിക് റിംഗ് ഉണ്ട്. 3 പ്രോട്ടോൺ ആണുള്ളത്, 3 അരോമാറ്റിക് പ്രോട്ടോൺ ആണുള്ളത് അല്ലേ. യു ക്യാൻ സീ 3 പ്രോട്ടോൺസ്. എല്ലാവർക്കും കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ട്, കോമൺ ആണ്. എല്ലാവർക്കും OCH3 ഉണ്ട്, റൈറ്റ്. ഇതെല്ലാം കോമൺ ആണ്, റൈറ്റ്. സോ ഇതിലെന്താണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ മോളിക്യൂൾ മാത്രം സിമെട്രിക് ആണ്. യു ക്യാൻ ഈസിലി സീ ദാറ്റ്, റൈറ്റ്. ഇങ്ങനെ ഒരു സിമെട്രി ഉണ്ട്. സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രോട്ടോൺ, ഈ 2 പ്രോട്ടോൺസും ഒരൊറ്റ പീക്കായിരിക്കും തരിക. യു വിൽ ബി ഗെറ്റിംഗ് 1 പീക്ക് ഫോർ ദോസ് 2 പ്രോട്ടോൺസ്. ആൻഡ് ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലേ, അതിന് 1 പീക്ക് കിട്ടും. സോ ടോട്ടൽ നിങ്ങളുടെ അരോമാറ്റിക് റീജിയനിൽ എത്ര പീക്ക് ഉണ്ടായിരിക്കണം? 2 പീക്ക് ഉണ്ടായിരിക്കണം അല്ലേ. ബാക്കിയുള്ള കേസുകളെല്ലാം സിമെട്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 പീക്സ് കിട്ടണം. സ്വാഭാവികമായിട്ടും ഇത് ആൻസർ ആകാനുള്ള സാധ്യതയില്ല. ബിക്കോസ് ഇത് ആൻസർ ആയാൽ ഇറ്റ് വിൽ ബി എൻ ഈസി ആൻസർ. അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഇതിനെ എലിമിനേറ്റ് ചെയ്യണമെന്നല്ല പറയാം. യു ക്യാൻ ക്രോസ് വെരിഫൈ. നിങ്ങൾ ഇതിൽ എന്താണ് വാല്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അരോമാറ്റിക് റീജിയനിൽ എത്ര വാല്യൂ ഉണ്ട്. യു ക്യാൻ ഈസിലി സീ ദാറ്റ് 7.6 ഒരെണ്ണം, 7.2 2, 6.9 3 അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ 4ൽ 2 പീക്കേ ഉള്ളൂ, 2 എണ്ണേ വരാൻ പാടുള്ളൂ. ഇഫ് ഇറ്റ് വാസ് ഓപ്ഷൻ 4 അല്ല, ഈസിലി എലിമിനേറ്റഡ്. ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. 3 ഓപ്ഷൻസിലും അരോമാറ്റിക് റീജിയനിൽ 3 പീക്ക് ഉണ്ട്. ആൻഡ് സിമെട്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ 2 OCH3 എന്താണ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് തരിക അല്ലേ, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ആൻഡ് അത് നിങ്ങൾക്ക് റീകൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3.7ലും 3.58ലും 2 3H തരുന്നുണ്ട് as a singlet, which means അത് OCH3 peak ആണ്. ഓക്കെ, ആൻഡ് 11.6ലെ സിംഗ്ലെറ്റ് 1H തരുന്നുണ്ട്. എക്സ്ചേഞ്ചബിൾ വിത്ത് D2 എന്ന് പറഞ്ഞാൽ അത് ഒരു ആസിഡിക് പ്രോട്ടോൺ ആണ്. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കാരണം എല്ലാ കേസിലും അത് എക്സ്ചേഞ്ചബിൾ ആണ്. ഓൾറൈറ്റ്, നൗ വാട്ട് ആർ വി ഗോയിങ് ടു യൂസ്? 7.6, 7.2, 6.9 ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. 7.60, I'll use another color, that will be better. 7.60 doublet 1H 7.20 Hz അതാണ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. 7.20ലെ പീക്കിന് ഒരു ട്രിപ്ലെറ്റ് ആണ് കിട്ടുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഗിവിംഗ് എ ട്രിപ്ലെറ്റ് ദാറ്റ് ഈസ് ഓൾസോ 1H ആൻഡ് ദി കപ്ലിംഗ് കോൺസ്റ്റന്റ് ഈസ് വാട്ട് 7.20 Hz. ആൻഡ് അറ്റ് ലാസ്റ്റ് 6.90 പീക്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 1H ആണ്, ബട്ട് ദിസ് ടൈം ഇറ്റ് ഈസ് എ ഡബ്ലെറ്റ് ആൻഡ് ദ J വാല്യൂ ഈസ് 7.20 Hz അല്ലെ, 7.20 Hz. എല്ലാത്തിനും J വാല്യൂ 7.20 Hz ആണ്, വിച്ച് മീൻസ് ഈ ഒരു ഫസ്റ്റ് പ്രോട്ടോണെ കപ്പിൾ ചെയ്യുന്ന അടുത്തുള്ള പ്രോട്ടോൺ ഇറ്റ് വിൽ ബി ക്ലോസ്, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ തന്നെ ആയിരിക്കും. ഓർത്തോ പൊസിഷൻ ആണെങ്കിൽ മാത്രമേ ഓർത്തോ കപ്ലിംഗ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള 7.2 നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലെ. അപ്പോൾ മെറ്റാ കപ്ലിംഗ് അല്ല. അപ്പോൾ ഇയാൾക്ക് ഒരു ഓർത്തോ കപ്ലിംഗ് ഉണ്ട്, ഇതിനും ഒരു ഓർത്തോ കപ്ലിംഗ് ഉണ്ട്, ഇതിനും ഒരു ഓർത്തോ കപ്ലിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇറ്റ് വിൽ ബി എ ബെൻസീൻ റിംഗ്. ഇവിടെ സം ഗ്രൂപ്പ്സ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ, let's say HA HB HC അല്ലേ.
ഈ എച്ച് എ നോക്കി, ഈ എച്ച് എയുടെ അടുത്ത് എന്താണ് ഇരിക്കുന്നത്? യു ആർ ഹാവിങ് പിന്നെ ഓർത്തോ കപ്ലിംഗ് അല്ലെ, ഓർത്തോ കപ്ലിംഗ് ഉണ്ട്. അപ്പോൾ എച്ച് എയുടെ പീക്ക് എന്തായിട്ട് വരും? ഓർത്തോ കപ്ലിംഗ് ഒരു ഡബ്ലറ്റ് ആയിട്ട് വരും. ആൻഡ് ഇഫ് ദിസ് വാസ് 7.2 ഹെഡ്സ്, 7.2 ഹെഡ്സ് ആണെങ്കിൽ എച്ച് ബി എന്താണ്? എച്ച് ബിയുടെയും ഒരു ഡബ്ലറ്റ് ആയിട്ട് വരും അല്ലെ, ഡബ്ലറ്റ് ആയിട്ട് വരും. കറക്റ്റ്. നൗ എച്ച് സിയുടെ അടുത്ത് എച്ച് ബി ഉണ്ട്. സോ എച്ച് സിയും എന്താണ് തരേണ്ടത്? ഇറ്റ് ഷുഡ് ഗീവ് എ ഡബ്ലറ്റ്, റൈറ്റ്? ഇതും ഒരു ഡബ്ലറ്റ് ആയിട്ട് വരണം. അപ്പൊ അതിന്റെ കപ്ലിംഗ് കോൺസ്റ്റന്റും 7.20 ഹെഡ്സ് ആണെങ്കിൽ നൗ വാട്ട് വി ഹാവ് 7.20 ഹെഡ്സ് ഉള്ള രണ്ട് ഓർത്തോ പ്രോട്ടോൺസ് ആണ് എച്ച് ബിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സോ വെൻ എച്ച് ബി ഇസ് ലുക്കിംഗ്, എച്ച് ബിക്ക് കൈൻഡ് ഓഫ് കെമിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എച്ച് എ ആൻഡ് എച്ച് സി ആണുള്ളത് അല്ലെ, ഓർത്തോ പൊസിഷൻസിലുള്ളത്. സോ ഇത് രണ്ട് ഡബ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പകരം യു ക്യാൻ ആക്ച്വലി സി, നിങ്ങൾക്കൊരു ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് കിട്ടുന്നതിന് പകരം യു വിൽ ബി ആക്ച്വലി ഗെറ്റിംഗ് എ ട്രിപ്ലെറ്റ്. ഇവൻച്വലി ഈ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ സ്പെക്ട്രത്തിൽ വരിക. പക്ഷേ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ രണ്ടിൻ്റെയും കപ്ലിംഗ് കോൺസ്റ്റന്റ് സെയിം ആയതുകൊണ്ട് തന്നെ എച്ച് ബിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇക്വലന്റ് ആയിട്ട് മറ്റൊരു പ്രോട്ടോൺ ഉണ്ട്. സോ ടോട്ടൽ എന്താണ്? നിങ്ങൾക്ക് രണ്ട് പ്രോട്ടോൺ ആണ് എച്ച് ബിയെ സ്പ്ലിറ്റ് ചെയ്യുക. എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2+1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, വിച്ച് മീൻസ് എ ട്രിപ്ലെറ്റ്. അപ്പോൾ ട്രിപ്ലെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്പ്ലിറ്റ് എന്താണ്? കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്താണ്? 7.2 ആയാൽ മാത്രമാണ് അങ്ങനെ ട്രിപ്ലെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. വേറെ കപ്ലിംഗ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എന്തായിരിക്കും? ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആയിരിക്കും, വിച്ച് മീൻസ് യു വിൽ ബി ഹാവിംഗ് 4 ലൈൻസ്. ഒരിക്കലും ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കില്ല. ഒരു ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ട്രിപ്ലെറ്റ് ആയി മാറണമെങ്കിൽ അതിന്റെ കപ്ലിംഗ് കോൺസ്റ്റന്റ് സെയിം ആയിരിക്കണം അല്ലെ. കപ്ലിംഗ് കോൺസ്റ്റന്റ് സെയിം ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും കപ്ലിംഗ് കോൺസ്റ്റന്റ് സെയിം ആണ്, വിച്ച് മീൻസ് ദിസ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ ഈ 3 ഓപ്ഷനിൽ എവിടെയാണ് വരുന്നത്? സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത് അല്ലെ, റൈറ്റ്? സോ ദിസ് ഷുഡ് ബി ദ ആൻസർ. ഓക്കെ. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ പിക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് പ്രോട്ടോണും ഈ രണ്ട് പ്രോട്ടോണും എന്താണ് തമ്മിൽ കപ്പിൾ ചെയ്യല്ലേ. ഇയാൾക്കും ഡബ്ലറ്റ് കിട്ടും, ഇയാൾക്കും ഡബ്ലറ്റ് കിട്ടും, വിച്ച് ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി 7.20 ഹെഡ്സ് അല്ലേ. അപ്പോൾ രണ്ട് പ്രോട്ടോണും ഡബ്ലറ്റ് ഉണ്ടാകുന്നുണ്ട് 7.20 ഹെഡ്സ്. പക്ഷേ ഈ പ്രോട്ടോൺ എന്താണ്? ഒരിക്കലും 7.20 ഒരു ഡബ്ലറ്റ് ഉണ്ടാവില്ല അല്ലെ. ഇത് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രോട്ടോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെ. മെറ്റാ കപ്ലിംഗ് ആണ്. മെറ്റാ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ വരും, പക്ഷേ വളരെ സ്മോൾ ആയിട്ടുള്ള കപ്ലിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും. സിമിലർലി ഈ ഒരു പ്രോട്ടോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താ? ദിസ് ഇസ് എ പാര കപ്ലിംഗ് അല്ലെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കപ്ലിംഗ് കോൺസ്റ്റന്റ് ഒരിക്കലും മെറ്റാ കപ്ലിംഗ് കോൺസ്റ്റന്റ് അല്ല, എല്ലാം 7.2 ആണ്. സോ ദിസ് വിൽ നോട്ട് കം. ഈ കേസിലും അത് തന്നെയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു പ്രോട്ടോൺ നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് തരണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ മെറ്റാ കപ്ലിംഗ് വിത്ത് ദിസ് പ്രോട്ടോൺ അല്ലേ. കണ്ടോ, മെറ്റാ കപ്ലിംഗ് ആണ് അല്ലെ. മെറ്റാ കപ്ലിംഗ് ആയിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഇതിനൊരു മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് സിംഗ്ലറ്റ് ആയിട്ടാണ് കിട്ടുക അല്ലെ. നിങ്ങൾക്ക് കാണാം ഡേറ്റയിൽ ഒരു സിംഗ്ലറ്റും ഇല്ല, യു ആർ നോട്ട് ഹാവിങ് എ മൾട്ടിപ്ലൈ, വിച്ച് മീൻസ് ഇത് രണ്ടും പോസിബിൾ ആയിട്ടുള്ള കേസസ് അല്ല. ഇത് ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഓൾറൈറ്റ്. Okay, so now this question is മറ്റൊരു റിയാക്ഷൻ സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് മേജർ പ്രോഡക്ട്സ് എക്സ് ആൻഡ് വൈ ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. തന്നിരിക്കുന്ന റിയാക്ഷൻ സീക്വൻസിൽ എക്സ് ആൻഡ് വൈ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ സീക്വൻസ്. അപ്പോൾ ഒരു നോർമൽ പൈറോൾ ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. പൈറോൾ, ക്ലോറോഫോം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊരു സ്റ്റാൻഡേർഡ് നെയിം റിയാക്ഷൻ ആണ്. ഐ തിങ്ക് ദ നെയിം ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അതിലൊരു ജർമ്മൻ സയൻറ്റിസ്റ്റും ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റും കൂടിയാണ്. ഇറ്റാലിയൻ നെയിം ഇസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സി. ഇറ്റാലിയൻ സയൻറ്റിസ്റ്റിൻ്റെ നെയിം ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ സി. അതിൻ്റെ നെയിം മിസ് പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇറ്റ് വിൽ ബി ബെറ്റർ ടു നോട്ട് പ്രൊനൗൺസ് ഇറ്റ്. ഓക്കെ. The other German scientist, his name starts with a D. Okay. Yeah, I think you should look into it, the name. Anyway, the mechanism is very simple. CH3 and KOH. എന്ത് സംഭവിക്കും? You will be generating a carbene. ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റഡ് ആകും. OH minus can abstract this proton. Chlorine will leave. So ഡൈക്ലോറോകാർബീൻ ഉണ്ടാവും അല്ലേ. ഈ ഡൈക്ലോറോകാർബീനിലേക്ക് ആണ് നിങ്ങളുടെ പൈറോൾ. ഇറ്റ്സ് എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. പൈറോൾ വിൽ അറ്റാക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ എൻഡ് അപ്പ് ഇൻ ഹാവിങ് ദിസ് ഇന്റർമീഡിയറ്റ്
ഒരു നൈസ് സൈക്ലോപ്രോപ്പൈൻ റിംഗ് ഉള്ള intermediate, and still this is in basic medium അല്ലേ, ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ ബേസിക് മീഡിയം എന്താണ്, കെ OH ഉണ്ട്. സോ ഈ ഒരു പോയിന്റിൽ നിൽക്കില്ല, OH മൈനസ് വിൽ കം ആൻഡ് അബ്സ്ട്രാക്ട്, ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും. പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് an anion, and that anion is even high, കുറച്ചുകൂടി കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കും ഒബ്വിയസ്ലി, റൈറ്റ്. സോ നിങ്ങൾക്ക് കോൺജുഗേറ്റഡ് ആയിട്ടും ഈ റിയാക്ഷൻ കാണിക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടിയും കാണിക്കാം. സോ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ കാർബണിൻ്റെ ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ദാറ്റ് മീൻസ് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ് അല്ലേ. സോ സം ബോണ്ട് ഹാസ് ടു ബി ബ്രോക്കൺ. ഏത് ബോണ്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക, ദിസ് ബോണ്ട് വിൽ ബ്രേക്ക്. ഏത് ബോണ്ടാണ്, ജസ്റ്റ് ട്രൈ ടു ഹൈലൈറ്റ് ഇറ്റ്, ദാറ്റ് ബി ബെറ്റർ. ദിസ് ബോണ്ട് വിൽ ബ്രേക്ക് ആൻഡ് ദിസ് ഇസ് ദ ബോണ്ട് ദാറ്റ് ഈസ് ബ്രേക്കിംഗ്, ആൻഡ് ഇവൻച്വലി നിങ്ങളുടെ Cl മൈനസ് ലീവ് ആവും. Cl മൈനസ് ലീവ് ആയാൽ ദ ബെസ്റ്റ് വേ ടു ഡ്രോ ദി സ്ട്രക്ചർ ഹിയർ, നിങ്ങൾ ഒറിജിനലി വരച്ച സ്ട്രക്ചറുമായിട്ട് അതേ രീതിയിൽ വരയ്ക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് റീഡ്രോ ചെയ്താൽ മതി. ഒന്ന് മേക്ക് ഇറ്റ് ഗുഡ്, ദാറ്റ് വിൽ ബി ദി ബെറ്റർ വേ ടു, നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് പൊട്ടിയ ബോണ്ടുകൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, so this will be the actual product. ഇതൊന്ന് മര്യാദയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ദിസ് 6 മെമ്പർ റിംഗ്, 1 2 3 4 5 6, ആൻഡ് നിങ്ങളുടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ നൈട്രോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 2 3 പൊസിഷൻ അല്ലേ, 1 2 3 1 3 റിലേഷൻ ആണ്. സോ ദിസ് ബേസിക്കലി 3 ക്ലോറോപെരിഡിൻ. 3 ക്ലോറോപെരിഡിൻ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ. ഇതാണ് നിങ്ങളുടെ എക്സ്. Okay, so 3 chloropyridine X ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 1 or ഓപ്ഷൻ 4. Now comes NaNH2. NaNH2 എന്ന് പറയുന്നത് very strong base. Now what can happen? NaNH2 can come and abstract this proton or this proton അല്ലേ. നിങ്ങൾക്കൊന്നെങ്കിൽ H2 അബ്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ H4 അബ്സ്ട്രാക്ട് ചെയ്യാം, റൈറ്റ്. H2 അബ്സ്ട്രാക്ട് ചെയ്താൽ വാട്ട് വിൽ, H2 അബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആനിയോൺ എന്തായിരിക്കും, ഇങ്ങനെ ഒരു ആനിയോൺ ആയിരിക്കും, ദിസ് ആനിയോൺ. ഓക്കെ, അത് ഈ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദിസ് ഇസ് എന്താണ്, ഇവിടെ ഹൈ ഇലക്ട്രോണിക് സ്റ്റെറിക് റിപ്പൽഷൻ ഉണ്ട്. ഈവൻ ദോ നൈട്രജനുമായിട്ട് വളരെ ക്ലോസ് ആണെങ്കിലും നൈട്രജൻ്റെ ഇരിക്കുന്ന ലോൺ പെയറുമായിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഹൈ റിപ്പൽഷൻ ഉണ്ടാകും. സോ ദിസ് ആനിയോൺ വിൽ നോട്ട് ബി ഫോം. അതുകൊണ്ട് തന്നെ H2 അബ്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. സോ അതുകൊണ്ട് H4 ആയിരിക്കും അബ്സ്ട്രാക്റ്റഡ് ആകുക. H4 അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ആനയോൺ ഇവിടെ ഈ ഒരു ക്ലോറിനെ കിക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പിരിഡൈൻ ഉണ്ടാക്കും. പിരിഡൈൻ ഇസ് ഓൾസോ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ. It will form a pyridine just like a benzyne. Okay, so ഈ pyridine പേര് സിമ്പിൾ 1 2 3 4. This is a 3 4 pyridine. Okay, DYNE. Alright, so ഈ pyridine ഉണ്ടാക്കുന്ന pyridine is a very reactive intermediate just like benzyne. Still ഈ ഒരു റിയാക്ഷൻ മീഡിയത്തിൽ NH2 മൈനസ് ഉണ്ട് in the form of NaNH2 അല്ലേ. അപ്പോൾ അതിൽ NH2 മൈനസ് can act as a nucleophile. Nucleophile അറ്റാക്ക് ചെയ്താൽ it can come and attack either at third carbon or at fourth carbon. എവിടെയായിരിക്കും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആനയോൺ ഏത് കേസിലാണോ കൂടുതൽ സ്റ്റേബിൾ അവിടെയായിരിക്കും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈ നൈട്രജൻ ആണ് ഹെറ്ററോആറ്റം. നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. അപ്പോൾ നൈട്രജനുമായിട്ട് മാക്സിമം നിങ്ങളുടെ നെഗറ്റീവ് ചാർജ് ക്ലോസർ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ആനയോൺ വിൽ ബി മോർ സ്റ്റേബിൾ. അങ്ങനെ വരണമെങ്കിൽ 3L ആയിരിക്കണം നെഗറ്റീവ് ചാർജ് വരുന്നത്, വിച്ച് മീൻസ് NH2 മൈനസ് ഹാസ് ടു പ്രിഫറൻഷ്യലി അറ്റാക്ക് അറ്റ് C4. C4 അറ്റാക്ക് ചെയ്യുന്ന C3 ആനയോൺ തരുന്ന ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ മേജർ പ്രോഡക്റ്റ്. സോ ദ മേജർ പ്രോഡക്റ്റ് വിൽ ബി ഈസിലി this one. So ഇവിടെ ഒരു ആനയോൺ ഉണ്ടാവും, that anion will eventually get protonated. So ഇതെന്താണ് 1 2 3 4 അമിനോപിരിഡിൻ. സോ 4 അമിനോപിരിഡിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന Y ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്, ഔട്ട് ഓഫ് 1 and 4 you can easily see that. So 4 അമിനോപിരിഡിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്, ഔട്ട് ഓഫ് 1 and 4 you can easily see that ഓപ്ഷൻ, ഈ കേസിൽ ഓപ്ഷൻ 4 ആണ് അല്ലേ. This one. Right, so that's the whole idea. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ബട്ട് ഇറ്റ്സ് എ നോൺ റിയാക്ഷൻ. ഓക്കെ, now the molecules that possess sigma
ആസ് ദി only element of symmetry. സിഗ്മ മാത്രമുള്ള മോളിക്യൂൾസ് ഏതാണെന്നാണ് ചോദ്യം. ഇൻട്രസ്റ്റിംഗ്ലി ദിസ് സീംസ് ലൈക്ക് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മോസ്റ്റ്ലി സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ നേരത്തെ ടു ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഓപ്ഷനിൽ ഇൻട്രസ്റ്റിംഗ് തിങ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷൻ 2 and 4, സെക്കൻഡ് ഓപ്ഷൻ 3 and 4, തേർഡ് ഓപ്ഷൻ 1 and 3, ഫോർത്ത് ഓപ്ഷൻ 1 and 4. ഓക്കെ, അതിൽ ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കി മൂന്നെണ്ണം ഞാനൊന്ന് ഒരുമിച്ച് വായിക്കാം. 2 and 4, 3 and 4, 1 and 4 അല്ലേ, എല്ലാത്തിലും 4 ഉണ്ട്, റൈറ്റ്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളുടെ ഓപ്ഷൻ 3 ആയിട്ടുള്ള 1 and 3 ആകാനുള്ള സാധ്യതയില്ല, കാരണം ഇറ്റ് വിൽ ബി ടു ഈസി ആൻസർ, റൈറ്റ്. പക്ഷേ ഈ ഫോർത്ത് മോളിക്യൂൾ നിങ്ങൾ നോക്കിയാൽ ഫോർത്ത് മോളിക്യൂൾ ഏതാണ്? ഇറ്റ് ഈസ് ദിസ് വൺ, CH3 twice C double bond, CH3 twice C double bond, അല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റോൺ. അപ്പോൾ അസറ്റോണിൻ്റെ പ്രത്യേകത, അസറ്റോൺ ഈസ് ട്രൈഗണൽ പ്ലാനർ ആണ്, പ്ലാനർ ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചറാണ്. അസറ്റോണിന് എന്തൊക്കെ സിമെട്രി എലമെൻറ്റ്സ് ഉണ്ട്? അസറ്റോൺ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു C2 ഉണ്ട് അല്ലേ, there is a C2 and it has a sigma, ഒരു സിഗ്മ ഉണ്ട്. അങ്ങനെ ദിസ് ഈസ് എ പ്ലെയിൻ അല്ലേ, ഈ മോളിക്യൂളിൻ്റെ പ്ലെയിൻ തന്നെ അല്ലേ. സോ ഇറ്റ് ഹാസ് എ C2 and sigma. അപ്പം ചോദ്യം എന്താണ്? a molecule that possesses sigma as the only element of symmetry. സിഗ്മ മാത്രമുള്ള മോളിക്യൂൾ ഏതാണ്? ഇപ്പോൾ അസറ്റോൺ ഒരിക്കലും C2 അല്ല, സിഗ്മ മാത്രമുള്ള ഒരു മോളിക്യൂൾ അല്ല, കാരണം C2 ഉണ്ട് അല്ലേ. അസറ്റോൺ ഇതിൻ്റെ ഒരു ആൻസർ ആകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം 4 ഇതിൻ്റെ ഒരു ആൻസർ ആകാൻ പാടില്ല. വിച്ച് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്, ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്, ജസ്റ്റ് ബിക്കോസ് എല്ലാത്തിലും മോളിക്യൂൾ 4 അസറ്റോൺ ഉണ്ട്. സോ യുവർ ആൻസർ ഷുഡ് ബി വിച്ച് വൺ? 1 and 3. ഇനി 1 and 3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, 1ന് നിങ്ങൾക്ക് ഒരു സിഗ്മയുണ്ട്, ഈ മോളിക്കുലർ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്, വേറെ ഒരു സിമെട്രി എലമെൻറ്റും ഇല്ല, ഒരു CN ആക്സിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 2 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, 2ൽ എന്താണ്? 2ൽ നിങ്ങൾക്ക് ഒരു ഈസിലി C2 ഉണ്ടല്ലേ, ഇതാണ് നിങ്ങളുടെ C2, ഇതാണ് നിങ്ങളുടെ C2. ഓക്കെ, സോ നിങ്ങൾ അതിനെ ഫ്ലിപ്പ് ചെയ്താൽ നിങ്ങൾ ക്ലോറിൻ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യും, CH3 പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യും. ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു മോളിക്യൂൾ സിഗ്മ ഇല്ല, ഓക്കെ, C2 മാത്രമാണുള്ളത്, അപ്പോൾ സിഗ്മ ഇതിൽ വരുന്നില്ല. ആൻഡ് മോളിക്യൂൾ 3ലേക്ക് നോക്കുകയാണെങ്കിൽ DMSO നിങ്ങൾ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണം. DMSO ഒരു പ്ലെനറായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, പകരം എന്താണ്? സൾഫർ ഈസ്, ഇതാണ് ലോൺ പെയർ, സൾഫർ ഈസ് ടെട്രാഹെഡ്രൽ അല്ലേ, ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. ഷേപ്പ് നിങ്ങൾ കൺസേൺ ആവേണ്ട കാര്യമില്ല, വി ആർ നോട്ട് കൺസേൺ അബൌട്ട് നമുക്ക് ജോമെട്രി മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് സിമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൾഫർ കൈറാലായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, ബട്ട് ദിസ് ഇസ് എ ടെട്രാഹെഡ്രൽ ജോമെട്രി ഉള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവിടെ ഈ ഒരു പ്ലെയിൻ, അതായത് നിങ്ങളുടെ ഡബിൾ ബോണ്ടോയും ലോൺ പെയറും നിൽക്കുന്ന ഈ ഒരു പ്ലെയിൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിൽ നിൽക്കുന്നതും ഫ്രണ്ടിൽ നിൽക്കുന്നതുമായിട്ടുള്ള മീഥേനെ ബൈസെക്ട് ചെയ്യാൻ പറ്റും, മീഥൈൽ ഗ്രൂപ്പിനെ അല്ലെ, ത്രൂ സൾഫർ. അപ്പോൾ ഇതിനൊരു സിഗ്മ സിമെട്രി ഉണ്ട്, ബട്ട് ഡസ് നോട്ട് ഹാവ് എ C2. ഇവിടെ സിഗ്മ മാത്രമുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനുമാണ്, നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാനും പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ദിസ് വാസ് ഇൻ എ വേ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻ ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഇങ്ങനെയുള്ള ബിഗ് പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് വായിക്കണം. ഓക്കെ, എ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരോമാറ്റിക് കോമ്പൗണ്ട് P. അപ്പോൾ നിങ്ങളുടെ ഒബ്വിയസ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് ഓപ്ഷൻസിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം കണ്ണിങ്ങനെ പോകുമ്പോൾ P എന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെ എല്ലാ ഓപ്ഷനിലും P എന്താണ്? അരോമാറ്റിക് സിസ്റ്റമാണ് അല്ലേ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ഒന്നിൽ ആൽക്കഹോൾ ആണ്, മറ്റേ നെക്സ്റ്റ് വൺ. ഇവിടെ നിങ്ങൾ നോക്കി ദ സെയിം ഐഡിയ, ഇതും ആൽക്കഹോളാണ്, ഇതും ആൽക്കഹോളാണ്, ഇതും ആൽക്കഹോളാണ്. ദിസ് ഈസ് ദ ഓൺലി ഓപ്ഷൻ വെർ ഇറ്റ് ഈസ് ആൻ അമീൻ അല്ലെ, അനിലിൻ തന്നേക്കുന്ന ഈ ഒറ്റ ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇതുണ്ടാകാനുള്ള സാധ്യത ഇല്ല, ബിക്കോസ് ഇറ്റ് വിൽ ബി എ ടു ഈസി ആൻസർ, റൈറ്റ്. പക്ഷെ അങ്ങനെ എപ്പോഴും ചിന്തിക്കരുത്, കാരണം ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, ടു ഈസി ആൻസർ വാസ് ദി ആക്ച്വൽ ആൻസർ. ഓക്കെ, പക്ഷേ അങ്ങനെയുള്ള അനാലിസിസ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. യു ക്യാൻ ഈസിലി ട്രൈ ടു ഏത് ഓപ്ഷനാണ് ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് പറ്റും. മോസ്റ്റ് ഓഫ് ദി കേസസ് ടു ഈസി ആൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, നോ, പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, P എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫ്രെയിം വർക്ക് ഉള്ള സിസ്റ്റമാണെന്ന് മനസ്സിലാക്കാം അല്ലേ. സോ യു ക്യാൻ ഈസിലി ഡ്രോ ദാറ്റ്. ഓക്കെ, അപ്പം ഞാനിവിടെ എന്താണ്, ഐ ക്യാൻ റൈറ്റ് as OH or NH2. ഓക്കെ, ഇതാണ് നിങ്ങളുടെ P. ഓക്കെ,
നൗ വാട്ട് ഐ എം ഗോയിങ് ടു ഡു വിത്ത് പി. പി എന്താണ് ചെയ്യുക? പി ഡീകളറൈസസ് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യും. ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യും. ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തിങ് ഈസ് ബ്രോമിൻ ഒരു കൈൻഡ് ഓഫ് ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട് അല്ലേ, സം ഓറഞ്ച് ബ്രൗണിഷ് ഷെയ്ഡ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യുകയാണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ആ ബ്രോമിൻ വാട്ടറിലുള്ള ബ്രോമിൻ കൺസ്യൂംഡ് ആകുകയാണെന്നാണ് അർത്ഥം. കൺസ്യൂംഡ് ആയി കഴിയുമ്പോൾ ബ്രോമിൻ്റെ കളർ ഫ്രീ ബ്രോമിൻ ഉണ്ടാവുമല്ലോ, സോ അതിൻ്റെ കളർ കാണിക്കില്ല. അപ്പോൾ ബ്രോമിനുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ നിങ്ങളുടെ ഫിനോളിനും റിയാക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അനിലിനും റിയാക്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇപ്പോൾ ഡീകളറൈസസ് ബ്രോമിൻ വാട്ടർ എന്നുള്ളത് ഒരു ഓപ്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഗീവ്സ് എ പർപ്പിൾ റെഡ് കളർ വിത്ത് അക്വസ് FeCl3. ദിസ് ഇൻട്രസ്റ്റിംഗ്. അക്വസ് FeCl3 എന്ന് പറയുമ്പോൾ എന്താണ്? FeCl3 അക്വസ് വിച്ച് ഈസ് Fe3+ ആയിട്ടും 3 ക്ലോറൈഡ് അയോൺസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഇത് അക്വസ് മീഡിയം ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഫിനോൾ ആണെങ്കിലും NH2 ആണെങ്കിലും അതിൻ്റെ അക്വസ് മീഡിയത്തിൽ എടുക്കുകയാണെങ്കിൽ ഫിനോൾ ക്യാൻ എക്സിസ്റ്റ് ആസ് എ ഫിനോക്സൈഡ് അയോൺ. അക്വസ് മീഡിയത്തിൽ അയണൈസ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ചാർജ് സ്പീഷീസിനെ ഈസിലി സ്റ്റെബിലൈസ് ചെയ്യാൻ നിങ്ങളുടെ വാട്ടറിന് പറ്റും. വാട്ടറിന് ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള നല്ല ഡൈപോൾമെൻ്റ് ഉള്ള ഹൈലി പോളർ ആയിട്ടുള്ള സോൾവെൻ്റ് ആണ്. സോ ഫിനോക്സൈഡ് പ്ലസ് H+ ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് പോസിബിൾ. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. കുറച്ച് മാത്രമേ ഫിനോക്സൈഡിൻ്റെ ഫോമിൽ കാണുകയുള്ളൂ. പക്ഷേ ഈ ഫിനോക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഫിനോക്സൈഡ് ഈസ് എ വെരി സ്ട്രോങ് ലിഗാൻഡ്. ഫിനോക്സൈഡിന് നിങ്ങളുടെ Fe3+ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ഫോം എ കോർഡിനേഷൻ കോംപ്ലക്സ്. ആ കോർഡിനേഷൻ കോംപ്ലക്സിന് ഒരു കളർ കാണിക്കാൻ പറ്റും. ആ കളറാണ് പർപ്പിൾ റെഡ് കളർ. നോർമലി ഇത് ഫിനോളിൻ്റെ ഒരു ടെസ്റ്റാണ്. യു ആർ യൂസിങ് അക്വസ് FeCl3. ഇഫ് യു ആർ ഗെറ്റിംഗ് പർപ്പിൾ റെഡ് കളർ ദാറ്റ് മീൻസ് യു ആർ ഹാവിങ് പോസിബിളി എ ഫിനോൾ. അല്ലെങ്കിൽ ഫിനോൾ എന്നല്ല, അത് ആനിയോൺ ഉണ്ടാകാൻ പറ്റുകയാണെങ്കിൽ ഫിനോക്സൈഡ് ഇതുപോലെ ഓക്സൈഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇറ്റ് ക്യാൻ ഓൺലി ആക്ട് ആസ് എ സ്ട്രോങ് ലിഗാൻഡ്. ഓക്കെ, സോ അക്വസ് സൊല്യൂഷനിൽ അങ്ങനെ ആനിയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ആക്ച്വലി ഹാവിങ് സം കൈൻഡ് ഓഫ് ഫിനോൾ പാർട്ട് ഇൻ യുവർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫിനോളിൻ്റെ ഒരു ടെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ആനിലിൻ, ഇറ്റ് ഈസ് ആക്ച്വലി ഫിനോൾ. സോ നിങ്ങൾക്ക് ഈസിലി ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം, വിച്ച് ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ ഇറ്റ് ഈസ് ടു ഈസി ഓപ്ഷൻ. ഇറ്റ് കുഡ് നോട്ട് ബി ആൻ ആൻസർ അല്ലേ, ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന പോലെ. കറക്റ്റ്. നൗ among 1, 2 and 4 which one could be our actual answer? നമുക്ക് നോക്കാം. So I am just trying to അടുത്തവർ പറഞ്ഞിരിക്കുന്നത് ഈസ് ഓൾസോ സോലുബിൾ ഇൻ അക്വസ് NaOH. അക്വസ് NaOH സോലുബിൾ ആണെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ്? അത് ഫിനോൾ തന്നെയാണ്. കാരണം ഫിനോക്സൈഡ് അനയോൺ ആയിട്ട് ഇറ്റ് ക്യാൻ ബി സോലുബിലൈസ്ഡ് ഇൻ അക്വസ് മീഡിയം. അപ്പോൾ ഫർദർ കൺഫർമേഷൻ വീണ്ടും കിട്ടി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പാർട്ട്. Compound P undergoes acetylation with reagent Q in the presence of a base to give R as a major product. Okay, ഒരു അസറ്റൈലൈസേഷൻ എന്താണ്? നമുക്കൊരു ഫിനോൾ എടുക്കാം ആദ്യം. വിൽ സ്റ്റാർട്ട് വിത്ത് ഫിനോൾ വിച്ച് ഈസ് അവർ P and an acetylation is happening. Acetylation സംഭവിക്കുന്നത്. So some reagent is there. Reagent ഏതാണ്? Reagent Q, acetylation. ഓക്കെ, സോ എന്താണ് കിട്ടുന്നത്? R ആണ് കിട്ടുന്നത്. R എന്താണ്? നമുക്ക് R ആണ് മേജർ പ്രൊഡക്റ്റ്. Now what they are saying is reagent Q displays two characteristics band at 1830 and 1750 in the IR spectrum. അപ്പോൾ ക്യൂവിന് 2 ബാൻഡ് ഉണ്ട്, 1830 1750. അത് ഏകദേശം കാർബണൈൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏരിയയിലാണ്. അപ്പോൾ 2 ബാൻഡ് വന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് പ്രോബബ്ലി വുഡ് ബി എന്താണ്? അൺഹൈഡ്രേറ്റ് ആയിരിക്കും. ഒരു സിമെട്രിക്കും ഒരു അസിമെട്രിക്കുമായിട്ടുള്ള സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന റിയേജന്റ് നിങ്ങൾ ഓപ്ഷൻ 1ഉം 2ഉം 4ഉം കമ്പയർ ചെയ്താൽ എന്താണുള്ളത്? അൺഹൈഡ്രേറ്റ് ആസിഡ് ക്ലോറൈഡ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ ആദ്യം P കണ്ടുപിടിച്ചു അല്ലേ. P കണ്ടുപിടിച്ചു, 3 എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള ഓപ്ഷനിൽ ക്യൂ തപ്പുമ്പോൾ ഫസ്റ്റ് 2 ഓപ്ഷനിലാണ് അൺഹൈഡ്രേറ്റ് കിടക്കുന്നത്, ലാസ്റ്റ് ഓപ്ഷനിൽ ആസിഡ് ക്ലോറൈഡ് ആണ് അല്ലേ. ആസിഡ് ക്ലോറൈഡ് ആയി കഴിഞ്ഞാൽ വിൽ ബി ആൻ ഈസി തിങ്. നിങ്ങൾ 6ലേക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ 4 എഴുതാൻ പറ്റും അല്ലേ. കാരണം ഇവിടെ രണ്ടും ആസിഡ് ക്ലോറൈഡ് അല്ലല്ലോ. കറക്റ്റ്. സോ that will be an easy option, right? So the chances of the answer being 4 is also less statistically, correct? പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. don't get bluffed. അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഓപ്ഷനെ പറ്റിയ പോലെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ
ഫോളോ ചെയ്ത് പോയാൽ. ഓക്കെ, പക്ഷേ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടി, എന്താണ് ആസിഡ് ക്ലോറൈഡ് അല്ല, അൺഹൈഡ്രേറ്റഡ് തന്നെയാണ്. കാരണം യു ആർ ഗെറ്റിംഗ് 2 ബാൻഡ്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഐദർ ഓപ്ഷൻ 1 ഓർ ഓപ്ഷൻ 2. നൗ വാട്ട്, ഇറ്റ് ഈസ് വെരി ഈസി. എന്താണ്, നിങ്ങൾ വാച്ച് ആൻഡ് if you are using reagent Q, which is nothing but acetic anhydride, you see that what will happen, you will be getting the corresponding acylated product. That's all. നിങ്ങൾ ബേസ് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ, ബേസ് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ബേസ് യൂസ് ചെയ്താൽ യു വിൽ ബി ജനറേറ്റിംഗ് എന്താണ്, കറസ്പോണ്ടിങ് ആനിയോൺ വന്നിട്ട് ഇറ്റ് വിൽ കം ആൻഡ് അറ്റാക്ക് ഹിയർ ആൻഡ് ദിസ് OH മൈനസ് വിൽ ജസ്റ്റ് ഗോ അവേ ആസ് എ ലിവിംഗ് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക എന്താണ്, വിൽ ബി ഹാവിങ് അസൈലേറ്റഡ് പ്രൊഡക്റ്റ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ യുവർ അസൈലേറ്റഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, O അസൈലേറ്റഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. സോ O അസൈലേറ്റഡ് പ്രൊഡക്റ്റ് ഉള്ളത് ഏതാണ്, ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്കൊരു ഫ്രിഡൽ ക്രാഫ്റ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ആയിരിക്കില്ല നടക്കുന്നത്, അതിന് നിങ്ങൾക്കൊരു ഹൈ സ്ട്രോങ് ലൂയിസ് ആസിഡ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ആ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ O അസൈലേറ്റഡ് പ്രൊഡക്റ്റ്. സോ ദ ഓപ്ഷൻ ഈസ് ബേസിക്കലി a combination, P being phenol, Q acetic anhydride, and R the corresponding O acylated product. Okay, now next question. Yeah, the major product M and N in the following reaction sequence. Okay, so ഏതാണ് റിയാക്ഷൻ നോക്കി, ദിസ് ഇസ് സീക്വൻസ്. ഇതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. Yeah, 2 steps are there. First step എന്താണ്, you are having acetophenone, titanium chloride, സിങ്ക് കോപ്പർ. Ta3+ ഉണ്ട്, സിങ്ക് കോപ്പർ ഉണ്ട്. എന്താണ്, വേറെ കണ്ടീഷൻ ആണല്ലേ. നിങ്ങൾക്കൊരു ടൈറ്റാനിയം 3+നെ ലോ വാലന്റ് ടൈറ്റാനിയം ആക്കും. ഫർദർ എന്താണ്, കപ്ലിംഗ് നടക്കും. യു വിൽ ബി എൻഡിങ് അപ്പ് ഗെറ്റിംഗ് എ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഒലിഫീൻ. ഒരു ഒലിഫീൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ 2 പ്രോഡക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത. യു ക്യാൻ ഗെറ്റ് എ സിസ് പ്രോഡക്റ്റ് as well as എ ട്രാൻസ് പ്രോഡക്റ്റ്. നിങ്ങളുടെ മേജർ പ്രോഡക്റ്റ് എന്തായിരിക്കും, ട്രാൻസ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം ട്രാൻസ് ഒലിഫീൻ എന്ന് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് വൺ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ട്രാൻസ് ആണ്. It could be option 2 or option 3 in this case. Second question, if you are doing a bromination, you are getting N. So M എന്ന് പറഞ്ഞാൽ you are having the trans olefin. Now doing bromination, what will be the product? N ആണ് product. അപ്പോൾ N എന്താണെന്ന് ഇവർ എഴുതിയിരിക്കുന്നത്, N ഓപ്ഷൻ 2 എഴുതിയിരിക്കുന്നത് മീസോ 2,3-ഡൈബ്രോമോ 2,3-ഡൈഫിനൈൽ ബ്യൂട്ടൈൻ. 3 എഴുതിയിരിക്കുന്നത് റെസിമിക് 2,3-ഡൈബ്രോമോ 2,3-ഡൈഫിനൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ കേസിൽ ആൻസർ 2,3-ഡൈബ്രോമോ 2,3-ഡൈഫിനൈൽ ബ്യൂട്ടൈൻ തന്നെയാണ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് വെദർ അത് മീസോ ആണോ റെസിമിക് ആണോ. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനെന്താണ്, ഈ പ്രൊഡക്റ്റിനെ ബ്രോമിനേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സോ ഞാൻ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ് ഫോമിൽ എഴുതാം. ദാറ്റ് വിൽ ബി ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാനതിൻ്റെ ഫിനൈൽ ഗ്രൂപ്പ് നമ്മുടെ നേരെ വരയ്ക്കുകയാണ്. ഓക്കെ, സോറി, ട്രാൻസ് ആണല്ലേ. So methyl will come here and this phenyl will go here, this methyl will come here. So ഇപ്പോൾ നിങ്ങൾ ഒളിഫീനെ പിടിച്ചൊരു ടേബിളെ വെച്ചേക്കണം. ഓക്കെ, ആൻഡ് മോളിക്കുലാർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടേബിളിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഫോം. ഈ പെർസ്പെക്റ്റീവ് ഫോമിനെ ഇങ്ങനെ എടുത്തിട്ട് ബ്രോമിനേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ബ്രോമോണിയം അയൺ ഉണ്ടാവും അല്ലേ. ആ ബ്രോമോണിയം അയൺ ഞാൻ തൽക്കാലം മേലേക്ക് ഫോം ചെയ്യുകയാണ്. മേലേക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് Br- ഉണ്ടല്ലോ. Br- മൈനസിന് ഇറ്റ് ക്യാൻ കം ത്രൂ ലെഫ്റ്റ് സൈഡ് ഓർ കം ത്രൂ റൈറ്റ് സൈഡ്. 2 ഓപ്ഷനാണുള്ളത്. ഓക്കെ, എന്താണെങ്കിലും ബോട്ടം സൈഡിൽ നിന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ലെഫ്റ്റ് സൈഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ ബ്ലൂ പാത്തായിരിക്കും ചൂസ് ചെയ്യുക അല്ലേ. ബ്ലൂ പാത്തായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാകും അല്ലേ, ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ടാകും. Br ഇത് ക്ലീവ് ചെയ്യും, റൈറ്റ്. യു വിൽ ബി ഹാവിങ് ദിസ് പ്രോഡക്റ്റ്. ഇതിനെ ഞാനൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് വരയ്ക്കാം. ദിസ് വിൽ ബി ദ പ്രോഡക്റ്റ്. ഓക്കെ, നൗ റൈറ്റ് സൈഡിൽ കൂടി വന്നാലോ, റൈറ്റ് സൈഡിൽ കൂടി വന്നാൽ എന്താ ഉണ്ടാവുക, റൈറ്റ് സൈഡിൽ കൂടി വന്നാൽ ഇവിടെ ആയിരിക്കും ബോണ്ട് ഉണ്ടാവുക അല്ലേ. സോ we will be having, I'll copy this one itself. So right side trajectory ആണ്, ഇവിടെയാണ് ബോണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് ഈ ബോണ്ട് ബ്രേക്ക് ആകും. ദിസ് വിൽ ബി ദ പ്രോഡക്റ്റ്. ഞാൻ ഇതിനെ ഒന്ന് വൃത്തിയാക്കി വരയ്ക്കാം. ബ്രോമിൻ
ഓക്കെ, സോ ദീസ് ആർ ദി ടു പ്രോഡക്ട്സ് ഫോംഡ് അല്ലേ. നിങ്ങൾ ഇനി ഇതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കി. സോറി, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? യു ക്യാൻ സീ ദാറ്റ് ഇവർ മിറർ ഇമേജസ് ആണ്, റൈറ്റ്? മിറർ ഇമേജസ് ആണ്. ആൻഡ് നിങ്ങൾ ഇവരെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നോക്കിയാൽ യു ക്യാൻ നോട്ട് സൂപ്പർ ഇമ്പോസ്, യു ക്യാൻ ട്രൈ ഫോർ യുവർ സെൽഫ്. ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ആണ്, വിച്ച് മീൻസ് ദേ ആർ എനാൻഷ്യോമസ് അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും റൈറ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും ഈക്വൽ ആണ്. സോ 50-50 പ്രപ്പോസിഷൻ ആയിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് വരിക. ആൻഡ് മീൻസ് 1:1 റേഷ്യോയിലായിരിക്കും നിങ്ങളുടെ ഈ ലെഫ്റ്റ് പ്രൊഡക്റ്റും റൈറ്റ് പ്രൊഡക്റ്റും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ രണ്ട് എനാൻഷ്യോമസും ഈക്വൽ റേഷ്യോയിലായതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഞാൻ ഗെറ്റിംഗ് റെസിമി മിക്സർ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് റെസിമി മിക്സർ ആയിരിക്കും. റെസിമിക് 2,3 ഡൈബ്രോമോ 2,3 ഡൈഫിനൈൽ ബ്യൂട്ടൈൻ ആയിരിക്കും നിങ്ങൾ കിട്ടുക. അപ്പോൾ 2,3 ഡൈബ്രോമോ 2,3 ഡൈഫിനൈൽ ബ്യൂട്ടൈൻ അല്ലേ, നമുക്ക് എങ്ങനെയാണ് റെസിമിക് മിക്സർ ആയിട്ടാണ് കിട്ടുന്നതെന്ന് മനസ്സിലായി അല്ലേ. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് രണ്ട് എനാൻഷ്യോമർ എന്ന് നമ്മൾ പറഞ്ഞ ഈ രണ്ട് മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഏതെങ്കിലും ഒരു എനാൻഷ്യോമർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി റിയലൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഐ വിൽ കോപ്പി ദിസ്. ഓക്കെ, സോ ഈ ഒരു മോളിക്യൂളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ഈ ഒരു CC ബോണ്ട്, ഈ സെൻട്രലുള്ള ഈ ഒരു CC ബോണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഈ ബ്രോമിൻ എന്താണ്, നേരെ താഴെ വരും, അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അതുപോലെ ബാക്കിലിരിക്കുന്ന ഫിനൈൽ നേരെ ഫ്രണ്ടിൽ വരും, ഫ്രണ്ടിലിരിക്കുന്ന മീഥൈൽ നേരെ ബാക്കിൽ പോകും അല്ലേ. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും റൊട്ടേഷൻ കഴിഞ്ഞാൽ? വളരെ എളുപ്പമാണ്. മേലിരുന്ന ബ്രോമിൻ താഴെ വന്നു, ബാക്കിലിരുന്ന ഫിനൈൽ ഫ്രണ്ടിൽ വന്നു, ഫ്രണ്ടിലിരുന്ന മീഥൈൽ ബാക്കിൽ പോയി അല്ലേ. ഇതാണ് നിങ്ങൾ റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ബേസിക്കലി ഈ രണ്ടും സെയിം മോളിക്യൂളാണ് അല്ലേ. ഈ മോളിക്യൂൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ മോളിക്യൂളിൻ്റെ ഒരു പ്രത്യേകത, മോളിക്യൂൾ സിമെട്രിക് ആണ് അല്ലേ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലെയിൻ കാണാൻ പറ്റും. ഈ പ്ലെയിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ്, സെയിം ആൾക്കാരാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ് ആ പേര്? മീസോ കോമ്പൗണ്ട്സ് അല്ലേ, മീസോ കോമ്പൗണ്ട്സ്, റൈറ്റ്. സോ ഇതിൻ്റെ നെക്സ്റ്റ് എനാൻഷ്യോമർ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു CC ബോണ്ട് റൊട്ടേഷൻ ചെയ്താൽ നിങ്ങൾക്ക് സിമിലർ ഒബ്സർവേഷനിലേക്ക് എത്താൻ സാധിക്കും. അതായത് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നത് എനാൻഷ്യോമേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഈ കോമ്പൗണ്ടിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. കാരണം അത് മീസോ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് രണ്ട് എനാൻഷ്യോമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കൈറൽ സെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ അഡ്ജസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൽ രണ്ട് കൈറൽ സെൻറ്റർ ഉണ്ടെങ്കിൽ പോലും സിമിട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദ കോമ്പൗണ്ട് ക്യാൻ ബി മീസോ കോമ്പൗണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. സോ ആക്ച്വലി ഈ പ്രോഡക്റ്റ് എന്താണ്, മീസോ പെയർ ആയിട്ടാണ് കിട്ടുക, റെസിമിക് ആയിട്ടല്ല. അപ്പോൾ കെയർഫുൾ ആകേണ്ടതുണ്ട്. സോ ഇതാണ് ഈ ഒരു ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പോയിന്റിലാണ് തെറ്റിക്കാൻ സാധ്യത. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്ച്വലി ആൻസർ എന്താണ് വരേണ്ടത്? നിങ്ങളുടെ ഒലിഫീൻ ട്രാൻസ് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഡൈബ്രോമോ എന്തായിരിക്കും? ഡൈബ്രോമോ മീസോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ എവിടെയാണുള്ളത് നിങ്ങൾക്ക് ഈസിലി കാണാൻ പറ്റും അല്ലേ. ദിസ് വിൽ ബി ദ ഓപ്ഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയാണുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഇത് ദിസ് ഈസ് ദ ഓപ്ഷൻ, കറക്റ്റ്, റൈറ്റ്. നിങ്ങളുടെ ഒലിഫിൻ ട്രാൻസ് ആണ്. നിങ്ങളുടെ ഡൈബ്രോമോ കോമ്പൗണ്ട് ഏതാണ്? മീസോ 2,3 ഡൈബ്രോമോ 2,3 ഡൈഫിനൈൽ ബ്യൂട്ടൈൻ അല്ലേ. സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക അല്ലേ. കൈൻഡ് ഓഫ് ട്രിക്കി ആണ് ടുവേർഡ്സ് ദി എൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോ ദെൻ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ, നാച്ചുറൽ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. ലെറ്റ്സ് സീ. ഡീഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ്, ഗിവൻ ബിലോ. ആൻഡ് ഇറ്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടല്ലേ. യു ഹാവ് 4 കൈറൽ സെൻറ്റേഴ്സ്, സോ 2⁴ സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാകും. undergo oxidation with concentrated HNO3 to give the corresponding dicarboxylic acid. Concentrated HNO3 യൂസ് ചെയ്താൽ നിങ്ങളുടെ ആൽഡിഹൈഡും ആസിഡ് ആകും, ആൽക്കഹോളും ആസിഡ് ആകും, കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ചോദ്യം, ദി നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ്, ശ്രദ്ധിക്കുക,
the number of stereoisomers of glucose that would give മീസോ ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ മീസോ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. അത് തരുന്ന നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ഏതാണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ ലെറ്റ്സ് സീ. നിങ്ങൾക്ക് what we can do, first we will do a basic skeleton. 1 2 3 4 അല്ലേ? Okay, so yeah, okay, so just keep a copy aside. You see it, നിങ്ങളുടെ CHO മേലെയുണ്ട്, CH2OH താഴെയുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു മീസോ പോസിബിലിറ്റി ഒന്ന് കൺസിഡർ ചെയ്യാം. മീസോ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. മീസോ പോസിബിലിറ്റി എന്ന് പറയാൻ കാരണം നമുക്ക് പ്രൊഡക്റ്റ് മീസോ ആവുന്ന എപ്പോഴാണ്? ഫസ്റ്റ് ഐ വിൽ ഡ്രോ ദി പ്രൊഡക്റ്റ്. ഇതാണ് നിങ്ങളുടെ ഡൈകാർബോക്സിലിക് ആസിഡ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനൊന്നും പറ്റുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാനിവിടെ സബ്സ്റ്റൻസ് ഒന്നും എഴുതാൻ. ഇറ്റ് ക്യാൻ ബി HOH, OHS, ഏത് വേണമെങ്കിലും. അപ്പോൾ ഇത് മീസോ ആകണമെങ്കിൽ ഇവിടെ ഒരു സിമെട്രി ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ മേലെയുള്ള അതേ ആൾക്കാരായിരിക്കണം താഴെയുള്ളത്. ദാറ്റ്സ് ഓൺലി തിങ്. ഓൾറെഡി മേലെയുള്ള CH താഴെയുണ്ട്, ഇനിയും എന്താണ്, ഈ ഒരു ഭാഗവും സിമെട്രിക് ആയാൽ മതി. ഓക്കെ, സോ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആലോചിച്ച്. ദിസ് ക്യാൻ കം ഫ്രം സിമ്പിൾ corresponding aldehyde CHO and CH2OH അല്ലേ? CH2OH. അപ്പോൾ ഈ ഒരു ഫോമിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ മേലെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആകുന്നു, താഴത്തെയും ഫുൾ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആകും അല്ലേ? അപ്പോൾ ഇവിടെയും ഈ ഒരു സിമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് ആകുമ്പോൾ അത് മീസോ ആയിട്ട് മാറത്തുള്ളൂ. സോ ദാറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ സിമെട്രി ഉള്ള ഡി ഗ്ലൂക്കോസിന്റെ സ്റ്റീരിയോ ഐസോമേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ആ പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്താണെങ്കിലും ആ സിമെട്രി എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മീസോ ആയിട്ട് മാറും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ യു ഷുഡ് ബി ഹാവിങ് സിമെട്രി ഹിയർ. എവിടെ? ഈ 4 കാർബൺസ്. കാരണം വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദീസ് ടു. അവർ ഓൾറെഡി ഓക്സിഡൈസ്ഡ് ആയിട്ട് സിമെട്രി ആകുന്നുണ്ട്, മേലെയും താഴെയും ആസിഡ് ആകുന്നുണ്ട്, റൈറ്റ്? അങ്ങനെ സിമെട്രി ഉള്ള കേസസ് ഏതാണ് നോക്കിയാൽ. സോ ദാറ്റ് ഈസ് എ ബേസിക് ടെംപ്ലേറ്റ്. സോ നൗ വാട്ട് വി ക്യാൻ ഡു, അങ്ങനെയുള്ള ടെംപ്ലേറ്റുകൾ ഫസ്റ്റ് ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് നോട്ട് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദ പ്രോസസ്. Okay, so I'll draw the CHO on the top, CH2OH here. Okay, and I'll take this guy and put it here. Okay, just to make sure that ഇവിടെ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉറപ്പാക്കാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂൻസിനെ വരയ്ക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂൻസിനെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ലെഫ്റ്റിൽ H ഇട്ടു, റൈറ്റിൽ എന്തായിരിക്കണം? OH ആയിരിക്കണം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഒരു കാർബണിൽ HOH വന്നാൽ അതേ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിരിക്കണം ഇവിടെ വരുന്നത് അല്ലേ? എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റിൽ അത് സിമെട്രിക് ആകത്തുള്ളൂ, കറക്റ്റ്? സോ ഇറ്റ് ഷുഡ് കം HOH ഹിയർ, റൈറ്റ്? സോ ഇതാണ് ദ സിമെട്രി റിക്വയർഡ്, റൈറ്റ്? നൗ സെക്കൻഡ് കാർബണിൽ ലെറ്റ്സ് സേ ഞാനിതൊന്ന് കോപ്പി ചെയ്തില്ല. ഐ വിൽ ഷോ യു വൈ ഐ കോപ്പിഡ് ഇറ്റ്. ഓക്കെ, നൗ സെക്കൻഡ് കാർബണിൽ വരേണ്ട ഓപ്ഷൻ എന്താണ്? യു ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് കാർബണിൽ യു ക്യാൻ ഹാവ് HOH. അവിടെ HOH വന്നാൽ ദി തേർഡ് കാർബണിലും HOH ആയിരിക്കണം. എന്നാൽ മാത്രമേ യു ക്യാൻ സീ ദാറ്റ്, യു ക്യാൻ ക്ലിയർലി സീ എന്താണ് സിമെട്രി ഉണ്ടല്ലേ? ഇതേ പോർഷൻ തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. ആൻഡ് ഇത് ഓക്സിഡൈസ് ചെയ്താൽ ഈ CHO COH ആയി മാറും, ഇത് COH ആയി മാറും. ദ ഹോൾ അപ്പ് പോർഷൻ വിൽ ബി സെയിം ആസ് ദി ഡൗൺ പോർഷൻ. അപ്പോൾ എന്തായി? മീസോ ആയി മാറി അല്ലേ? ഇനി ഈ ലെഫ്റ്റിൽ HOH വേണമെന്ന് നിർബന്ധമില്ല, ഈ ലെഫ്റ്റിൽ H തന്നെ വേണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ ഹാവ് OHH
ഇവിടെ ഒ എച്ചും റൈറ്റിൽ എച്ച് ആയാലും കുഴപ്പമില്ല, ഇവിടെ ഒ എച്ചും റൈറ്റിൽ എച്ച് ആയാൽ മതി. അപ്പോഴും എന്താണ്, ദ ഹോൾ മോളിക്യൂൾ ഈസ് സിമെട്രിക് അല്ലേ, ഈ ഒരു പോർഷൻ ആൻഡ് ദിസ് പോർഷൻ ഈസ് സിമെട്രിക്. കറക്റ്റ്. ഓക്കെ. നൗ ഇഫ് ദി സെയിം ലോജിക് ക്യാൻ ബി ഫോളോഡ് അഗെയിൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മേക്ക് അനദർ കോപ്പി. സെയിം ലോജിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ മേക്ക് അനദർ കോപ്പി. ആ കോപ്പിയിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സബ്സ്റ്റൻസ് ഒക്കെ ഒന്ന് മാറ്റുക. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോൾ ലെഫ്റ്റിൽ എച്ചും റൈറ്റിൽ ഒ എച്ചും ആണ് കൊടുത്തത് അല്ലേ. ഇതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റിൽ ഒ എച്ചും റൈറ്റിൽ എച്ചും കൊടുക്കാം. ഓൺലി തിങ് ഈസ് ദാറ്റ് അത് താഴെയും അതേപോലെ വരണമെന്നേ ഉള്ളൂ അല്ലേ. റൈറ്റ്. ലെഫ്റ്റിൽ ഒ എച്ചും റൈറ്റിൽ എച്ചും കൊടുക്കാം. ഈ രണ്ട് സെനാരിയോയിലും എന്താണ് ഡിഫറൻസ്? ഫസ്റ്റ് കേസിൽ ലെഫ്റ്റിൽ ഒ എച്ച് റൈറ്റിൽ എച്ച് വന്നു. ഇനി എന്താണ്? ഗ്രീൻ അറ്റാച്ച്മെന്റ് ഉള്ള കാർബണിൽ ലെഫ്റ്റിൽ എച്ചും റൈറ്റിൽ ഒ എച്ചുമാണ്. ലെഫ്റ്റിൽ ഒ എച്ചും റൈറ്റിൽ എച്ചും ഉള്ള ബ്ലൂ കാർബണിന്റെ താഴെ ഗ്രീൻ കാർബൺ ലെഫ്റ്റിൽ എച്ചും റൈറ്റിൽ ഒ എച്ചും. ദ ഓൺലി റിക്വയർമെന്റ് ഈസ് ദാറ്റ് ഇതിന്റെ സിമെട്രിക് ആയിരിക്കണം. ഹിയർ സിമെട്രിക് ആണ്. റൈറ്റ്. സിമിലർലി ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, യു ക്യാൻ ഹാവ് ലെഫ്റ്റിൽ ഒ എച്ച് ആൻഡ് റൈറ്റ് സൈഡ് എച്ച് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ലെഫ്റ്റിൽ ഫുൾ ഒ എച്ച് റൈറ്റിൽ ഫുൾ എച്ച് അല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് പോസിബിലിറ്റി, റൈറ്റിൽ ഫുൾ ഒ എച്ച് ലെഫ്റ്റിൽ ഫുൾ എച്ച്. ഇത് രണ്ടും നിങ്ങൾക്ക് എന്താണ്? മീസോ പ്രോഡക്റ്റ് തരും. സിമിലർലി എച്ച് ഒ എച്ച് ഒ എച്ച് എച്ച് ലെഫ്റ്റ് സൈഡിൽ, ഒ എച്ച് 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 ഒ എച്ച് റൈറ്റ് സൈഡിൽ, അത് നിങ്ങൾക്ക് മീസോ പ്രോഡക്റ്റ് തരും. സിമിലർലി ഒ എച്ച് 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 ഒ എച്ച് ലെഫ്റ്റ് സൈഡിൽ, എച്ച് ഒ എച്ച് ഒ എച്ച് എച്ച് റൈറ്റ് സൈഡിൽ അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു കൈൻഡ് ഓഫ് മിറർ ഇമേജ് അല്ലേ, ഈ ഒരു പോർഷന്റെ മിറർ ഇമേജ് അല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ രണ്ട് മോളിക്യൂളിൽ, ജസ്റ്റ് ലൈക്ക് ഈ രണ്ട് മോളിക്യൂളിൽ കാണുന്ന പോലെ. റൈറ്റ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് മെനാൻഷ്യോമോസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇത് രണ്ട് മെനാൻഷ്യോമോസ് ആണ് അല്ലേ. അപ്പം ടോട്ടൽ ഈ 4 സ്റ്റീരിയോഐസോമോസ് ആണ് നിങ്ങൾക്ക് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ മീസോ കിട്ടുക. ബാക്കിയൊന്നും മീസോ കിട്ടില്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നതും അതാണ്, എത്ര സ്റ്റീരിയോഐസോമോസ് ഓഫ് ഗ്ലൂക്കോസ് വുഡ് ഗീവ് ദ മീസോ പ്രൊഡക്റ്റ്, നല്ലത് എത്ര മീസോ പ്രൊഡക്റ്റ് ഉണ്ടാവും നല്ല ചോദിച്ചിരിക്കുക. സോ ദ ആൻസർ ഷുഡ് ബി എന്താണ്? 4 ആണ്. കറക്റ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് 4. ഓക്കെ. നൗ ദ മേജർ പ്രൊഡക്റ്റ് പി ഫോംഡ് ഇൻ ദി ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ്. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടല്ലേ. ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ഇതിന്റെ മേജർ പ്രൊഡക്റ്റ് പി ഏതാണ്? അതാണ് ചോദ്യം. So you can see the first reagent എന്താണ്? MnO2 acetone 25 degrees Celsius room temperature അല്ലെങ്കിൽ ambient temperature acetone ഒരു solvent ആണ്. MnO2 is known for allylic alcohol oxidase ചെയ്യാൻ അല്ലെങ്കിൽ ബെൻസൈലിക് ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ബെൻസൈലിക് ആൽക്കഹോൾ ഉണ്ട്, അതിനെ മാത്രം സെലക്റ്റീവ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will be getting the corresponding ketone, right? So you will end up having the corresponding ketone and the other OH will be untouched. Okay. After that, PbR3 DCM 0 degrees Celsius. PbR3 എന്ന് പറയുമ്പോൾ phosphorus will be here. You have Br, right? PbR3ന്റെ പ്രത്യേകത, you have lone pair also. Phosphorus is highly oxophilic അല്ലേ. ഓക്സിജൻ എന്താണ്? ഓക്സിജന്റെ ലോൺ പെയർ ഉണ്ട്. I'll just remove this lone pair. Just lone pair ഇട്ടത് ഒരു ജോമെട്രി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. Oxygen can come and attack phosphorus and bromine can leave. Okay. Bromine leave ആയാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു കാർബൺ മിസ്സാക്കി അല്ലേ. PbR2 Pr minus. Okay. This is what you get. ഇവിടെ ഒരു H plus ഉണ്ടായിരിക്കും. Okay. So eventually this is the intermediate. ഈ ഇന്റർമീഡിയറ്റിലേക്ക് further Br minus deprotonation can happen. Deprotonation നടന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന HBr അയണൈസ് ചെയ്ത് നിൽക്കുമ്പോൾ Br minus will be there. ആ Br minusന് ഈ ഒരു കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് വളരെ ലബൈൽ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. It will lead to the formation of PO double bond. Phosphorus oxygen double bond ഉണ്ടാക്കാൻ പറ്റും. Phosphorus oxygen bond എന്ന് പറയുന്നത് തെർമോഡൈനാമിക്കലി ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. ഇത് ഒരു വളരെ എക്സോതെർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്ന കാണാം. സോ യുവർ
product after this step will be OMe ഉണ്ട്. I just forgot to write. Okay, here bromine will come here and phosphorus will be just POBr ആയിട്ട് നിൽക്കും അല്ലേ. 2 Br അടുത്ത Br മൈനസ് പോയിട്ടുണ്ട്. ഇത് ഫർദർ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഫർദർ ഹൈഡ്രലൈസ് ആൻഡ് ഗെറ്റ് ഇറ്റ് എ മോർ സ്റ്റേബിൾ ഫോം. സോ ദിസ് വിൽ ബി യുവർ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ്. നിങ്ങളുടെ ഓർഗാനിക് പാർട്ട് ഇതായിരിക്കും. ഓക്കെ, ബീറ്റ ബ്രോമോ കീറ്റോൺ, ബീറ്റ ബ്രോമോ അരയിൽ കീറ്റോൺ എന്ന് പറയും. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ യു ആർ യൂസിങ് NaOET. NaOET എന്താണ്? ഇറ്റ്സ് എ ബേസ്. ഇവിടെ ഏതാണ് അസിഡിക് പ്രോട്ടോൺ? യു കൻ ഈസിലി സീ ദാറ്റ് ആൽഫ പ്രോട്ടോൺ ഇസ് അസിഡിക് പ്രോട്ടോൺ. ആ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എന്താണ്? കാർബാനിയോൺ അല്ലേ, ഒരു കാർബാനിയോൺ കിട്ടും. സോ ഈ കാർബാനിയോൺ സ്റ്റേബിൾ ആണ് ബിക്കോസ് അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ അല്ലേ. സോ ഈ പോയിന്റിൽ എന്ത് സംഭവിക്കാം? വി ക്യാൻ ഈസിലി ഗെറ്റ് ആൻ എലിമിനേഷൻ ഡൺ ബിക്കോസ് Br എന്താണ്? ഒരു നല്ല ലിവിംഗ് ഗ്രൂപ്പാണ്. സോ ദിസ് ആൻ ഈവൻ CP കൈൻഡ് ഓഫ് എലിമിനേഷൻ എന്ന് പറയാൻ പറ്റും. ഈവൻ CP എലിമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? വിൽ ബി ജനറേറ്റിംഗ് ആൻ ഒലിഫീൻ, എ സിമ്പിൾ അൺസാച്ചുറേറ്റഡ്, എങ്ങനെയുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ അല്ലേ. അതൊരു അരയിൽ കീറ്റോണും കൂടിയാണ്. സോ ദിസ് ഷുഡ് ബി ദ പ്രോഡക്റ്റ്. ഇങ്ങനെ ഒരു ഒലിഫീൻ ഉള്ള പ്രോഡക്റ്റ് ഏതാണ്? ഇത് കാണാൻ സാധിക്കും, very easily visible അല്ലേ. This will be the product. All right, now we'll see the next question. Yeah, sets അല്ലെങ്കിൽ set of reagents that converts benzoyl chloride to aniline is or are. So this is a multiple select question. Yeah, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ you are having yes, it could be a single answer or a multiple answer. Okay, so this is an MSQ. So ചോദ്യം ബെൻസോയിൽ ക്ലോറൈഡിനെ അനിലിനാക്കാൻ എന്ത് ചെയ്യണം? അനിലിൻ. മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് ഓക്കെയാണ്, പക്ഷെ പെട്ടെന്ന് റിയലൈസ് ചെയ്യണം, പെട്ടെന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഏത് സെറ്റ്സ് ഓഫ് റിയേജൻസ് യൂസ് ചെയ്യാം? The first option എന്താണ്? Diazomethane H2. Diazomethane യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? What will happen? So this is a necessary transformation we need to make. So yeah, I'll just take this, keep it here, just make it smaller. Okay, so first transformation, we can do the first transformation. Diazomethane you see that diazomethane is CH2 minus N2 plus. എന്ത് സംഭവിക്കും? This will come and attack chloride പോകും. So you have PH CH2 N2 plus. ഈ ഒരു പോയിന്റിൽ what will happen? This can lead to formation of ketene അല്ലേ. ഈ കീറ്റീൻ ഫർദർ ഹൈഡ്രോലൈസ് അല്ലേ. ഇഫ് യു ആർ ആഡിങ് വാട്ടർ, സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത് കാണാം. വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വാട്ടർ ആഡ് ചെയ്താൽ ഇവൻച്വലി യു വിൽ ഫോം PH CH2 COOH. This is what you get. You are not getting aniline. So first is not the option. So in the second step you can see that second reagent ഏതാണ് നോക്കി? NH2OH, hydroxylamine യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്സിലമീൻ്റെ NH2 is more nucleophilic. NH2OH വന്ന് നിങ്ങളുടെ ആസിഡ് ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ you will get an amide. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ you will be having an amide, the corresponding amide. I'll write the amide. This will be amide form. Okay, ഈ amide tosyl chloride pyridine കൊണ്ട് ട്രീറ്റ് ചെയ്താൽ what happens? OH will become OTS. And more acidic proton ഏതാണ്? ഹൈഡ്രജൻ അല്ലേ. So this can be easily deprotonated. So after this step we will be having phenyl group NHOTS അല്ലേ. So this can also be called as hydroxamic acid അല്ലേ. ഹൈഡ്രോക്സാമിക് ആസിഡ് അതിലെ OHനെ OTS ആക്കിയാൽ ഇത് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ്? It has a name, Lawson kind of transformation, Lawson rearrangement. What happens here? ഇവിടെ എന്ത് സംഭവിക്കും? You are using some base you see that it will generate the corresponding anion. What is that anion? NaOH ആണ് base അല്ലേ. NaOH you see that yes, anion will be formed.
ആനിയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക്. എന്തുകൊണ്ടാണ്? വളരെ നോൺ ആയിട്ടുള്ള നെയിം റിയാക്ഷൻ ആണ് അല്ലേ. Now this pH can migrate and OTS can leave. എന്ത് കിട്ടും? pH മൈഗ്രേറ്റ് ചെയ്ത് OTS ലീവ് ചെയ്താൽ you will get an isocyanate. അപ്പോൾ ഇവിടെ ഒരു ഐസോസൈനേറ്റ് ഇടും. ഐസോസൈനേറ്റിലേക്ക് വാട്ടർ ഒഴിച്ചാൽ യു വിൽ ബി ആക്ച്വലി ഹാവിങ് an amide kind of system first, which will get further hydrolyzed to give hydrolysis will happen and you will get the corresponding aniline. So this is a possible answer. This is a possible answer. Like Lawson rearrangement. അപ്പോൾ Lawson പോലെ സെയിം കൈൻഡ് ഓഫ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന വേറെ കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ ഈസിലി റീകളക്ട്. Curtius rearrangement, Hoffman rearrangement, അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടീഷൻ ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. ആൻഡ് വെൻ യു ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ് യു ക്യാൻ സീ ദാറ്റ് those exact same conditions are given in the options. NH3 Br2 NaOH H2 Hoffman condition, the same will be the product. കാരണം എന്താ? NH3 benzoyl chloride ആയിട്ട് ട്രീറ്റ് ചെയ്താൽ you will be getting the corresponding amide. So this is the third option we are exploring. ഇതിനെ Br2 NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ you will be getting the corresponding bromo compound. അപ്പം this is in same template. Lawson's സെയിം ടെംപ്ലേറ്റ് ആണ് അല്ലേ. കാരണം എന്താ? this portion and this portion is same. ഇവിടെയുള്ളത് ബ്രോമിൻ ആണ്, ഇവിടെയുള്ളത് ഓട്ടീസ് ആണ്. both are living groups. So under basic condition which you have here NaOH, it will again give the same isocyanate. അതിലേക്ക് water add ചെയ്താൽ you will again get the corresponding aniline, അല്ലേ. same product. So this is also an answer, right? Then what do you have next? NaN3, the Curtius. Curtius is also the same product. Curtius will give the same product. No need to write the mechanism. You already know the mechanism, അല്ലേ. Curtiusil നിങ്ങൾക്ക് എന്താണ് കിട്ടുക? Curtiusil template is also the same, അല്ലേ. The only difference is that the leaving group is an N2+. I'll just try to write fourth option. pH N3 ആയിട്ടാണ് നിൽക്കുക അല്ലേ. N3 ആയിട്ടാണ് നിൽക്കുക. N3 8 ആയിട്ട് നിൽക്കുമ്പോൾ this is how the N38 exists. Okay, ഇതിൽ this is the leaving group and this is the anion, അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺജുഗേഷൻ സംഭവിക്കും. നിങ്ങളുടെ pH മൈഗ്രേറ്റ് ചെയ്യും, N2+ ലീവ് ചെയ്യും. You will get the corresponding isocyanate and which will undergo the hydrolysis to give the corresponding aniline. So all these three options will be the answer. Hence easy MSQ ആണ് അല്ലേ. These three will be the answer. Okay, next question. The reaction that yields P as the major product. അപ്പോൾ P മേജർ പ്രൊഡക്റ്റ് ആയിട്ട് തരുന്ന റിയാക്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ P പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. You can see that this is a product. This is a product. Okay. Let's see. First option നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതൊരു സൈക്ലോഹെക്സൈൻ കാണാം. ഓക്കെ, ഒരു ഒലിഫീൻ കാണാം, ഒരു ഈത്തർ കാണാം അല്ലേ. ഈത്തർ. അപ്പോൾ ഈത്തറിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു വിനൈൽ ഈത്തറാണ്. വിനൈൽ ഈത്തർ. ടുവേഴ്സ് ലെഫ്റ്റ് സൈഡ് ഇറ്റ്സ് എ വിനൈൽ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇതൊരു അലൈൽ പാർട്ടാണ്. അപ്പോൾ വിനൈൽ അലൈൽ ഈത്തർ ഉണ്ടെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്താൽ EC33 ആണ് അല്ലേ. EC33 ആണ്. സ്ട്രേറ്റ് അവേ ഒരു ക്ലേസൻ റീഅറേഞ്ച്മെന്റ് ആണ്, ഓൾറെഡി അറിയാം. സോ യു ജസ്റ്റ് ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ ക്ലേസൻ വേ. അപ്പോൾ ക്ലേസൻ ആക്കി ഒന്ന് വരച്ചാലും മതി. ഫസ്റ്റ് യു ക്യാൻ ഈസിലി ഡ്രോ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ ക്ലേസൻ. ക്ലേസനായിട്ട് വരച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ വരച്ചു. ഇനി എന്താണ്? ഇതൊരു സിഗ്മ ബോണ്ടായിട്ട് മാറും. ദിസ് പൈ ബോണ്ട് വിൽ ട്രാൻസ്ഫർ ഹിയർ, this will go here, അല്ലേ. ഇനി so I'll try to recreate the same template. അപ്പോൾ ഇവിടെ ഈ ബോണ്ടില്ല, റൈറ്റ്. അതെന്തായി മാറി? ഇവിടെ ഒരു ഡബിൾ ബോണ്ടായി മാറി. ആൻഡ് ഇവിടെ ഈ ഡബിൾ ബോണ്ടില്ല, അതെന്തായി മാറി? ഇവിടെ ഒരു സിഗ്മ ബോണ്ടായി മാറി, റൈറ്റ്. ആൻഡ് ഈ ഒരു ഡബിൾ ബോണ്ട് ഇല്ല, പകരം ഇപ്പുറത്തേക്ക് മറ്റൊരു ഡബിൾ ബോണ്ടായി മാറി, റൈറ്റ്. സോ ദിസ് ദ പ്രോഡക്റ്റ്. ഞാൻ ഇഫ് ഐ എം കൈൻഡ് ഓഫ് റീഡ്രോയിങ് ഇറ്റ് അഗെയിൻ, യു ക്യാൻ സീ ദാറ്റ് ഒരു പ്രോപ്പർ ബോണ്ടായങ്ങളൊക്കെ വെച്ച് വരച്ചാൽ there is a double bond here. ആ ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് യു ക്യാൻ സീ 1 2 3 4th കാർബണിൽ വിൽ ബി ഹാവിംഗ് ദി കീറ്റോൺ. 1 2 3 4 1 2 3 4 അല്ലേ. സോ 4th കാർബണിൽ കീറ്റോൺ.
which is nothing but your product. Right? Oh, that is a possible answer. So this is an answer. Okay, that's an answer. Now second one, what? You are starting with a bromo compound, you are using PPS3 and a base. So what will happen? You can easily form Wittig-Illide. Wittig-Illide. So what I will do, I will just write the structure of the Wittig-Illide. PPH3. So you are having acetonide protection also. Plus, minus. So this is the illide. പിന്നെ എന്താണ് അതിലേക്ക് cyclohexanone ആഡ് ചെയ്യുകയാണ്. cyclohexanone ആഡ് ചെയ്ത് കഴിഞ്ഞാൽ what you will get? So ഈ ഒരു portion ഉണ്ടല്ലോ, this entire portion will come and attach to the cyclohexanone part. In the mechanism you already know, it will form a cyclic structure. So this is the new bond formed. This is the attachment part. Okay. So now you can form a bond here. This will give a cyclic structure. I'm just trying to rewrite the mechanism, which I should not be doing. It's an obvious thing. Still. Okay. Now ring opening to form the more stable thermodynamic P double bond O will give what? Your required product. എന്തായിരിക്കും? This one, this olefin. If you are carefully looking at the structure, you can see that it is same as നമ്മുടെ given product P. That means നിങ്ങൾക്ക് ആ ഒരു വഴിയിൽ കൂടിയും P ഉണ്ടാക്കാൻ സാധിക്കും. So option 2 ശരിയായിട്ടുള്ള ആൻസർ ആണ്. Now the third one you are doing using എന്താണ് ഒരു കോപ്പർ ലിഥിയം, ഒരു ഡൈ alkyl copper lithium or alpha beta unsaturated ketone add ചെയ്യുകയാണ്. So if I am just taking R minus and adding it to the corresponding alpha beta unsaturated ketone, what will happen? Eventually R minus will come and attack here. And you will get the corresponding anion. That anion will get protonated under acidic condition. You can see that there is an acidic condition. So I'm not going to write the anion. So this will be a product. Now this was methyl, right? Now here what is the R group? This is the R group. Cyclohexane, a double bond, CH is the R group. So if I'm going to substitute that, this is a double bond, right? And you are having cyclohexane system. And if you are counting from the double bond, you can see that 1 2 3 4 5, right? If you are counting starting from the double bond at cyclohexane, you can see that 1 2 3 4 5 അല്ലേ? ഇവിടെയും എന്താണ് 1 2 3 4 5, the same product. So this also is the answer, another possible transformation which can give the same product. Now the fourth one, Reformatsky kind of reaction. You are having a bromine here, but it's not exactly Reformatsky because alpha bromo ester alla. You are using zinc. So an organometallic reagent and zinc bromo organometallic reagent. So it will just look like this. ബാക്കിയുള്ള പോർഷൻ സെയിം ആയിരിക്കും. OET. So you will be having zinc Br. So this portion will be nucleophilic, just like RMgBr. It's a zinc-based organometallic reagent. Okay. Now what happens? നിങ്ങളുടെ കീറ്റോണിലേക്ക് ആഡ് ആകുമ്പോൾ കീറ്റോൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. So intact will happen. It will form like this. So eventually O minus
This is the new bond formed, and the rest of the portion will look the same. From this point, what happens? You are actually using H3O plus and heat. H3O plus heat use ചെയ്താൽ ഒന്നെങ്കിൽ you can write this as the possible product. I will write the possible products here. ഒന്ന് എന്താണ്, OH protonated ആകാം, അല്ലെ OH protonated ആകാം. Okay. Further, H3O plus ആയതുകൊണ്ട് if you are providing heat, you could probably hydrolyze this OET to OH. This could also be a possible product. Further, ഇതൊരു അസിഡിക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. You can see that ഒരു ആൽക്കഹോൾ ഉണ്ട്, ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. What can happen? It could further cyclase. Cyclase ചെയ്താൽ you could get a cyclic ester kind of situation. 1, 2, 3, 4, 5, 6. 6 മെമ്പേർഡ് എസ്റ്റർ ഉണ്ടാകാൻ പറ്റും. 6 മെമ്പേർഡ് എസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ it will look something like this. Sorry, that was a 5-membered one, right? Right. So this could be a possible product mostly. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നിന്ന് നേരിട്ട് നടക്കാം. Kind of transesterification can give you the same product. അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ ഫോമിലും ആസിഡ് ആയിട്ട് നിൽക്കാം. Now you are adding Grignard reagent to it. If you are adding Grignard reagent to it, if this is existing in the open form, what will happen? Grignard reagent ഒരു ബേസും കൂടാണ്, and you are having carboxylic acid. Carboxylic acid എന്താണുള്ളത്? Acidic proton. So അവിടെ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കത്തുള്ളൂ. You will be ending up in having ഒരു കാർബോക്സിലേറ്റ് ആനിയോൺ ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. You will not get ഏത് കീറ്റോൺ കിട്ടില്ല, നമുക്കൊരു കീറ്റോൺ ഒരിക്കലും കിട്ടില്ല. ഓക്കെ. പിന്നെ ദർ ഇസ് അനദർ പോസിബിലിറ്റി. ഇതിൽ നിന്ന് you can possibly get the corresponding dehydrated product കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ dehydrated product കിട്ടിയാൽ തന്നെ it could be mostly like this, or the double bond can go inside also. Okay, this could also be the possible product. It can go inside also, and this could be an OH or OR. So I am generally going to write it as an OR. R could be anything. R could be ET or H. Mostly it will be OH. Okay, OH. Another possible product is this one. If either product ഉണ്ടായാലും you are adding Grignard reagent. Okay, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് Grignard reagent ആഡ് ചെയ്താൽ it will just come and open up this ester. എസ്റ്ററിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി കിട്ടുക? യു വിൽ ഹാവ് എ കീറ്റോൺ. പക്ഷേ കീറ്റോൺ സ്റ്റേജിൽ നിൽക്കില്ല, കാരണം നിങ്ങളുടെ കീറ്റോൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ എസ്റ്റർ. എസ്റ്ററിനേക്കാളും കൂടുതൽ റിയാക്റ്റീവ് ആണ് കീറ്റോൺ. അപ്പോൾ കീറ്റോൺ വീണ്ടും ഗ്രിഗ്നാഡുമായിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു കീറ്റോൺ ആണ്, അല്ലെ ഫൈനൽ പ്രൊഡക്റ്റിൽ വേണ്ടത് കീറ്റോൺ ആണ്. കീറ്റോൺ സ്റ്റേജിൽ നിൽക്കില്ല. ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുക? ആസിഡ് ആണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ. അപ്പോൾ ഫർദർ കാർബോക്സിലേറ്റ് ആനിയോൺ ആയിട്ട് നിൽക്കത്തുള്ളൂ. വീണ്ടും എസ്റ്റർ ആണെങ്കിലും the same thing you will get end up ചെയ്യുന്ന ഏത് പോയിന്റിലായിരിക്കും? ടെർഷ്യറി ആൽക്കഹോൾ ആയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും വ്യത്യാസമാണ്. ഇവിടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ സെയിം ആണെങ്കിലും the same thing will happen. എസ്റ്റർ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും, ആസിഡ് ആണെങ്കിലും എന്താണ് കാർബോക്സിലേറ്റ് ആനിയോൺ ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് എന്താണെങ്കിലും വേണ്ട റിക്വയർഡ് corresponding ketone കിട്ടില്ല, just because you are using a Grignard reagent at the end. So the last one could not be the answer. All other options answer ആകാനുള്ള സാധ്യതയുണ്ട്. So other 3 options will be the answer. Okay, now the next question, I think this is the 15th question, and choose the correct statements with regard to the terpenes given below. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടെർപീൻ സ്ട്രക്ചറലി വെരി സിമിലർ ആണല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, terpenes N and O are geometrical isomers. അപ്പോൾ എന്നും ഓയും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കി. N ഏതാണ്? ദിസ് ഇസ് N, ദിസ് ഇസ് O. N first we can throw N, so we can easily pick the relation. Okay, all right. So this is N. I have a double bond here, and I'll throw N O also. Okay, now if you are looking at these two systems, you can see that ഇതിനെന്താണ് N-ൽ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 1, 2, 3. ആൻഡ് ഓയിലും 1, 2, 3. സോ അവരുടെ പൊസിഷൻ ഇത് സെയിം പൊസിഷനാണ്. ദിസ് ഇസ് ഓൾസോ ദ സെയിം പൊസിഷൻ. ഇൻട്രസ്റ്റിംഗ്ലി ഇതിൽ ഈ ഒരു ഡബിൾ ബോണ്ടിന് കോൺഫിഗറേഷൻ ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ ഈ കാർബണിലുള്ള സബ്സ്റ്റിറ്റ്യൂൻസ് സെയിം ആണ്. സോ സിസ് ട്രാൻസ് പോസിബിലിറ്റി അവിടെ ഇല്ല. ഇവിടെയും സെയിം ആണ്. അതുപോലെ ഇവിടെയും സിസ് ട്രാൻസ് പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ? ഹൈഡ്രജൻസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കും അല്ലേ. ദ ഓൺലി സിസ് ട്രാൻസ് പോസിബിലിറ്റി ഉള്ളത് ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആണ്.
ആ ഡബിൾ ബോണ്ടിന് അക്രോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിൽ എന്താണുള്ളത്, എന്നിൽ യു ആർ ഹാവിങ് this methyl group and hydrogen on the same side, right? So ഇവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് കാർബൺ, ഈ കാർബണിൽ പ്രയോറിറ്റി കൂടുതൽ, ഇറ്റ് വിൽ ബി ദിസ് ഗ്രൂപ്പ്, ആൻഡ് ദിസ് കാർബൺ ഇറ്റ് വിൽ ബി ദിസ് ഗ്രൂപ്പ്. സോ ദിസ് ഇസ് ആൻ സിസ് അല്ലെങ്കിൽ Z olefin. Okay, and here you can see that നിങ്ങളുടെ മിഥൈൽ ഗ്രൂപ്പും ഹൈഡ്രജനും ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അല്ലേ, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഇ. ഓക്കെ, വേറെ ഒരു ഡിഫറൻസും ഇല്ല, ആൻഡ് rest everything is same. So Z E isomers ആണ്, which means they are geometrical isomers, correct? Geometrical isomers. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. The first option, terpenes N and O are geometrical isomers. Now second one, correct statements ആണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ചിലപ്പോൾ incorrect statement ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. This time it is a correct statement. Okay, terpene O, ഏതാണ് terpene O? Your focus should be on this one, terpene O. Okay, I'll copy this terpene O. This terpene O. Okay, terpene O cannot undergo Diels-Alder reaction with maleic anhydride. അപ്പോൾ ഇവിടെ Diels-Alder reaction നടക്കണമെങ്കിൽ you require maleic anhydride ആയിട്ടാണ്. maleic anhydride എന്ന് പറഞ്ഞാൽ ഡൈനോഫൈൽ ആണ്. ദാറ്റ് മീൻസ് terpene O എന്തായിരിക്കണം? ഡൈൻ ആയിരിക്കണം. ഡൈൻ എങ്ങനെയുള്ള ഡൈനാണ് Diels-Alder തരിക? കോൺജുഗേറ്റഡ് അല്ലേ, ചുമ്മാ രണ്ട് ഒലിഫിൻ ഉണ്ടായി പോരാ, ഇറ്റ് ഷുഡ് ബി കോൺജുഗേറ്റഡ് ഡൈൻ. ഒരു കോൺജുഗേറ്റഡ് ഡൈൻ പാർട്ട് ഇവിടെ ഉണ്ടോ? യു ക്യാൻ ഈസിലി സീ ദാറ്റ് യെസ് ദെയർ ഈസ്, ഇത് കോൺജുഗേറ്റഡ് ഡൈൻ ആണ് അല്ലേ. പക്ഷേ കോൺജുഗേറ്റഡ് ഡൈൻ എങ്ങനെ ഇരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ ദിസ് ഫോം. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഇതെന്താണ്? എസ് ട്രാൻസ് ഫോം ആണ്. അപ്പോൾ ഇത് എസ് ഫോമിലായാൽ മാത്രമേ പറ്റുകയുള്ളൂ. എസ് എന്ന് പറഞ്ഞാൽ ഈ ഫോമാണ്. അങ്ങനെ ഒരു ഫോമിൽ ഇയാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഈ ബോണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐ ജസ്റ്റ് ട്രൈ ടു കോപ്പി ഇറ്റ്. ബോണ്ട് റൊട്ടേറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും, അത്രയേ ഉള്ളൂ. Substitution will go here. It will not change the configuration of this double bond. വേറെ ഒന്നും മാറുന്നില്ല. You just rotated this single bond. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ബേസിക്കലി ഒരു SS കിട്ടി. SS കിട്ടിയത് കൊണ്ട് തന്നെ you can easily, ഈ SSന് പ്രത്യേകിച്ച് സ്റ്റെറിക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മീത്തയിൽ ഇവിടെ ഒരു ഹൈഡ്രജനോ, ഇറ്റ് ക്യാൻ ഈസിലി സ്റ്റേ ലൈക്ക് ദാറ്റ്, നോ ഇഷ്യൂസ്. ആൻഡ് ഇവിടെ എന്താണ്, ഹൈഡ്രജൻസ് ആണ്, ഇറ്റ് ക്യാൻ ഈസിലി സ്റ്റേ ലൈക്ക് ദാറ്റ്. സോ ഇതിനെന്താണ്, Diels-Alder റിയാക്ഷൻ തരാൻ പറ്റും. ഇവർ പറഞ്ഞിരിക്കുന്നത് terpene O cannot undergo എന്നാണ്. ദാറ്റ് മീൻസ് ദിസ് ഓപ്ഷൻ ഇസ് റോങ്. അപ്പോൾ അത് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, amongst all, lambda max for pi star absorption is the lowest for terpene P. തന്നിരിക്കുന്ന ടെർപ്പീനുകളിൽ ഏറ്റവും കുറവ് പൈ ടു പൈ സ്റ്റാർ അബ്സോർപ്ഷന്റെ ലാംഡ മാക്സ് ആർക്കാണ്? പിക്കാണെന്നാണ് പറയുന്നത്. അപ്പം പിയിലേക്ക് നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ്ലി പിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിയുടെ സ്ട്രക്ചർ ശ്രദ്ധിച്ച്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതിൻ്റെ അടുത്ത കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, നെക്സ്റ്റ് അടുത്ത കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, കറക്റ്റ്? സോ യു ഹാവ് 3 കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ്. ബാക്കിയുള്ള കേസുകളിലൊക്കെ നോക്കുവാണെങ്കിൽ O എന്താണ്, ഒരു ഡൈനാണ്, പക്ഷെ അതിൻ്റെ അടുത്ത ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് അല്ല. ഇവിടെ ഒരു sp3 കാർബൺ ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ ഒരു പൈ കോൺജുഗേഷൻ ഉണ്ട്, ഇത് കോൺജുഗേഷൻ ഇല്ലാത്ത സിസ്റ്റമാണ്. സിമിലർലി എന്നെ നോക്കുകയാണെങ്കിൽ അത് എന്താ, ഒരു ഡൈൻ ഉണ്ട്, അവിടെ ഒരു കോൺജുഗേഷൻ ഉണ്ട്, ഇതൊരു ഐസൊലേറ്റഡ് ഡബിൾ ബോണ്ടാണ്, റൈറ്റ്? എമ്മിലും അങ്ങനെ തന്നെയാണ്. യു ക്യാൻ ഓൾസോ സീ ഇവിടെ ഒരു കോൺജുഗേഷൻ ഉണ്ട്, ഇത് ഐസൊലേറ്റഡ് ആണ്. പിയുടെ പ്രത്യേകത, ഓൾ 3 ഡബിൾ ബോണ്ട്സ് ആർ കോൺജുഗേറ്റഡ്, മീൻസ് ആൻ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉള്ള സിസ്റ്റമാണ്. അപ്പോൾ മാക്സിമം കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ ഇലക്ട്രോൺ ഈസ് more delocalized. More delocalization means more attraction. More attraction means അവരുടെ എനർജി ലെവൽസ് എന്താണ്, ലോവർ ലെവലിലേക്ക് വരും. കാരണം കൂടുതൽ അട്രാക്ഷൻ കിട്ടും, കൂടുതൽ സ്റ്റെബിലിറ്റി ആണ് അല്ലെ, കൂടുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ദി ഇലക്ട്രോൺ ക്യാൻ ഗോ ടു ലോവർ എനർജി ലെവൽ. അപ്പോൾ ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ലോവർ എനർജി ലെവലിലേക്ക് വരും. അത് കൂടാതെ ഇവർ തമ്മിലുള്ള സ്പേസിങ് കുറയാൻ തുടങ്ങും. കറസ്പോണ്ടിങ് ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് തമ്മിലുള്ള സ്പേസിങ് കുറയാൻ തുടങ്ങും. അപ്പോൾ പൈ ടു പൈ സ്റ്റാർ നമ്മളെ എനർജി ഗ്യാപ്പ് കുറയും. ആർക്ക്? കോൺജുഗേഷൻ കൂടിയത്. അങ്ങനെ എനർജി ഗ്യാപ്പ് കുറഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ കുറച്ച് എനർജി മതി. കുറച്ച് എനർജി മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഷുഡ് ബി വാട്ട്? ഇറ്റ് ഷുഡ് ബി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. എനർജി കുറഞ്ഞാൽ ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഷുഡ് ബി മോർ. കാരണം എന്താ? E is equal to hc/λ അല്ലെ. E and lambda are inversely proportional. സോ എനർജി, ഒരു കോൺജുഗേഷൻ കൂടുമ്പോൾ എനർജി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദി കറസ്പോണ്ടിങ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിൽ ബി ഹയർ. സോ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺജുഗേഷൻ മാക്സിമം ആയാൽ, യുവർ ലാംഡ മാക്സ് ഷുഡ് ബി ആക്ച്വലി ഗോയിങ് ടു ഹയർ വാല്യൂ, ഷുഡ് നോട്ട് ബി ദി ലോവർ വാല്യൂ. അപ്പം തന്നിരിക്കുന്ന സിസ്റ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺജുഗേഷൻ ഉള്ളത് P ആണ്. സോ അയാളുടെ ലാംഡ ആയിരിക്കണം ഏറ്റവും കൂടുതൽ. ഓക്കെ, പക്ഷേ ഇവർ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എമംഗ്സ്റ്റ് ഓൾ ലാംഡ മാക്സ്
for pi to pi star absorption is the lowest for terpene pH, which is wrong. So that option is not correct. Okay. Now, last one. Upon ozonolysis, all the terpenes would produce at least one identical carbonyl compound. അപ്പോൾ ഇതിനൊക്കെ ozonolysis ചെയ്താൽ നിങ്ങൾക്ക് ഇവൻച്വലി ഒരു ഐഡന്റിക്കൽ കാർബണൈൽ കോമ്പൗണ്ട് എങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓസോണോളിസിസ് എന്താണെന്ന് അറിയാല്ലേ, ബേസിക്കലി ഒരു ഡബിൾ ബോണ്ട് എടുത്താൽ പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യു ഡോണ്ട് ഹാവ് ടു ഈവൻ ഗോ അറ്റ് ദി മെക്കാനിസം അല്ലേ. ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ എ ബി സി ഡി, സി വേണ്ട, സി ഓൾറെഡി റിസർവ്ഡ് ഫോർ കാർബൺ, ഡിയും വേണ്ട, ഡി ഓൾറെഡി റിസർവ് ഫോർ വിറ്റീരിയം, സെഡ് വൈ. ഓക്കെ, ഇതിനെ ഓസോണോളിസിസ് ചെയ്താൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദി പ്രോഡക്റ്റ് ഹൗ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. സെഡ് വൈ എ സോറി ബി അല്ലേ, ഇതാണ് നിങ്ങളുടെ കാർബണൈൽ പ്രൊഡക്ട്സ്. കറക്റ്റ്. സോ ഇവർ ചോദിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ ഓസോണോളിസിസ് ചെയ്താൽ എമ്മിൽ നിന്ന് ഒരു കുറേ കാർബണൈൽ കിട്ടും, എന്നിൽ നിന്നും കുറേ കാർബണൈൽ കിട്ടും. കാരണം എന്താ, കുറേ ഡബിൾ ബോൺസ് ഉണ്ടല്ലോ, ഇവിടെയും ക്ലീവ് ചെയ്യാം, ഇവിടെയും ക്ലീവ് ചെയ്യാം, ഇവിടെയും ക്ലീവ് ചെയ്യും, റൈറ്റ്. ലോട്ട് ഓഫ് ഡബിൾ കാർബണൈൽ കോമ്പൗണ്ട്സ് ഉണ്ടാവും. എന്നിൽ നിന്നും ഉണ്ടാവും, ഒയിൽ നിന്നും ഉണ്ടാകും, പിയിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ എമ്മും എന്നും ഒയും പിയും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന കാർബണൈൽ കോമ്പൗണ്ട് നോക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഒരു കാർബണൈൽ കോമ്പൗണ്ട് എങ്കിലും എല്ലാവർക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ഐഡന്റിക്കൽ ആയിട്ടുള്ള. അതായത് എമ്മിന് ഉണ്ടായ ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെയും ഉണ്ടാകണം, അതേ കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെയും ഉണ്ടാകണം, അതേ കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെയും ഉണ്ടാകണം, വിച്ച് ഈസ് പോസിബിൾ ബിക്കോസ് നിങ്ങൾക്ക് സിമിലർ ആയിട്ട് സബ്സ്റ്റുവൻസ് ഒരു സൈഡിലുള്ള ഒരു ഒളിഫീൻ ഇവിടെ ഉണ്ടല്ലേ. ഈ കേസുകളിൽ ഇവിടെ ഓസോണോളിസിസ് നടന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, ലോവർ പാർട്ടിൽ കിട്ടാൻ പോകുന്നത് എല്ലാ കേസുകളിലും അസറ്റോൺ ആണ്. സോ ഒരു ഐഡന്റിക്കൽ കാർബണൈൽ കോമ്പൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യുവർ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. Okay, so these are the two correct options for this particular question. We'll move on to the next question. The reaction that gives third butyl benzene as the major product. ഏതൊക്കെ റിയാക്ഷൻ ആണ്? tertiary butyl benzene. Tertiary butyl benzene ഏതാണ്? A simple benzene with a tertiary butyl substituent. Okay, let's see. The first one normal ഒരു benzene എടുക്കുന്നു. You are having the tertiary butyl chloride and hydrous Cl3. എന്ത് സംഭവിക്കും? A normal Friedel-Crafts reaction അല്ലേ. ഇത് നിങ്ങൾക്ക് ഒരു കാറ്റയോൺ തരും. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള 9 ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ള കാറ്റയോൺ ആണ്. വാട്ട് വിൽ ഹാപ്പൻ? യുവർ ബെൻസീൻ വിൽ അണ്ടർഗോ നോർമൽ Friedel-Crafts അല്ലേ, നോർമൽ Friedel-Crafts ഫർദർ റീഅരോമാറ്റൈസേഷൻ ഞാൻ വരയ്ക്കുന്നില്ല. യു വിൽ ബി ഗെറ്റിംഗ് ദി കറസ്പോണ്ടിങ് പ്രോഡക്റ്റ്. സോ ദിസ് ഈസ് എ പോസിബിൾ ആൻസർ. ഓക്കെ, ദിസ് ഇസ് എ പോസിബിൾ ആൻസർ. നോ, ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ്. ഓക്കെ, നൗ ദ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? നിങ്ങളുടെ ബ്രോമോബെൻസീനിലേക്ക് നിങ്ങൾ മഗ്നീഷ്യം ആൻഡ് റൈറ്റ് വെരി കണ്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഏതാണ്? ഗ്രിഗ്നാറ്റ് റീജിയനിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. സോ വാട്ട് ഹാപ്പൻസ്? യു വിൽ ബി ജനറേറ്റിംഗ് ദ കറസ്പോണ്ടിങ് PHMGBr. PHMGBr എന്താണ്? ഇറ്റ്സ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ. ആൻഡ് അനിയോണിക് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ഒക്കെ most of the cases, except in very few cases, it will be base also, right? എന്തുകൊണ്ടാണ് ബേസ് എന്ന് പറഞ്ഞതെന്ന് വി ക്യാൻ സീ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നോക്കി, യു ആർ യൂസിങ് tertiary butyl chloride അല്ലേ. tertiary butyl chlorideലേക്ക് ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ, PH- അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഒരു SN2 റിയാക്ഷൻ ഇവിടെ നടക്കാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഇസ് എ ഹൈലി ഹിൻഡഡ് കാർബൺ. ഒരു SN2 മെക്കാനിസത്തിൽ കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് PHMGBr cannot act as a nucleophile. What is the next possibility? What can happen? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ആൻഡ് ദാറ്റ് ഹൈഡ്രജൻ ഈ ക്ലോറിൻ ആൻറ്റി പെരിപ്ലൈനർ ആയിട്ട് വരുന്ന ഒരു സന്ദർഭത്തിൽ which will somewhat look like this. What will happen? Your PH- will act as a base and abstract this proton to kick out this chlorine. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒലിഫീൻ. സോ നിങ്ങൾക്ക് കിട്ടുന്നത് tertiary butyl ബെൻസീൻ ആയിരിക്കില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ഒലിഫീൻ ആയിരിക്കും. സോ സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് തരില്ല. തേർഡ് വൺ എന്താണ്? യു ആർ ഹാവിങ് അനദർ ക്ലോറോ കോമ്പൗണ്ട് ആൻഡ് ഹൈഡ്രസ് Cl3. എന്ത് കിട്ടും? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കാറ്റയോൺ കിട്ടും. പക്ഷേ ഈ കാറ്റയോണിലേക്ക് ആയിരിക്കില്ല നിങ്ങളുടെ ബെൻസീൻ അറ്റാക്ക് ചെയ്യുക. കാരണം ഈ കാറ്റയോണിൻ്റെ ലൈഫ് ടൈം വളരെ കുറവായിരിക്കും. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്? ജസ്റ്റ് ഒരു ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി ഉള്ളൂ.
So what will happen? E hydrogen ഉണ്ടല്ലോ, this hydrogen will migrate here. Migrate ചെയ്താൽ you will be generating a more stable carbocation, which is tertiary butyl cation. Tertiary butyl cation ഉണ്ടായാൽ പിന്നെ എന്ത് റിയാക്ഷൻ നടക്കുന്നത് നിങ്ങൾക്കറിയാം. The same transformation which we see, അതാണ് ഓൾറെഡി കണ്ട ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ട അതേ ട്രാൻസ്ഫോർമേഷൻ ആണ്. So you will end up in getting either same product, tertiary butyl benzene. So this can also be the correct answer. Right. Now the last one നോക്കി. This interesting. നിങ്ങൾക്ക് ഈ ഒളിഫീനാണ്. ഈ ഒളിഫീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ഒളിഫീനിലേക്ക് H2SO4 ആഡ് ചെയ്താൽ വാട്ട് ക്യാൻ ഹാപ്പൻ? ഈ ഒളിഫീനിലേക്ക് H2SO4 ആഡ് ചെയ്താൽ വി ക്യാൻ ഹാവ് എ പ്രോട്ടോനേഷൻ ഹാപ്പനിങ്. പ്രോട്ടോനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഈ കാർബണൈൽ പ്രോട്ടോനേഷൻ നടക്കാം, അല്ലെങ്കിൽ ഈ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണൈൽ പ്രോട്ടോനേഷൻ നടക്കാം. ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണൈലായിരിക്കും പ്രോട്ടോനേഷൻ നടക്കുക അല്ലേ? കാരണം ഇറ്റ് വിൽ ജനറേറ്റ് ദി മോർ സ്റ്റേബിൾ കാർബോക്കേറ്റഡ്, വിച്ച് ഈസ് ദാറ്റ് കാർബോക്കേറ്റഡ്? tertiary butyl carbocation. അതിലേക്ക് ബെൻസീൻ റിയാക്ട് ചെയ്താൽ which will be this particular reaction again happening, എന്ത് കിട്ടും? tertiary butyl benzene. So this is product. So these three options are the correct. Okay. Now the number of stereogenic centers present in the given alkaloid. ഇത് ഒരു ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ബട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് സിൻചോണ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ക്യൂനിൻ കൈൻഡ് ഓഫ് സിസ്റ്റം, ദിസ് ഹാസ് ദി സെയിം സ്ട്രക്ചർ ഐ ഗസ്. സോ വി ക്യാൻ ആക്ച്വലി ഫൈൻഡ് വാട്ട് എക്സാക്ട്ലി ഇതിൻ്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് വി കനോട്ട് നോ വാട്ട് എക്സാക്ട്ലി ദി മോളിക്യൂൾ. ബട്ട് സ്റ്റിൽ കൈറാൽ സെന്റർ അല്ലെങ്കിൽ സ്റ്റീരിയോജനിക് സെന്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് മീൻസ് അസിമെട്രിക് സെന്റർ. 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സും അറ്റാച്ച് ആയിട്ടുള്ള സെന്റർ. അങ്ങനെയുള്ള സെന്റേഴ്സ് ഏതൊക്കെയാണുള്ളത്? യു ക്യാൻ സീ ദാറ്റ് ദിസ് കാർബൺ ഈസ് വൺ സെന്റർ അല്ലേ? ഈ കാർബൺ ഒരു സെന്റർ ആണ്. Then we can see this carbon also one center. Okay, what can be done better? I'll do one thing. Yeah. Okay. So yeah, this carbon is one chiral center. Now this is another chiral center. This is another chiral center, and one more easily can see here a olefin attached ആയിട്ടുള്ള carbon. ഇതൊരു chiral center ആണ്. And on the top of that, this nitrogen is also chiral. കാരണം നൈട്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് നോക്കി, all are different അല്ലെ? 3 സബ്സ്റ്റൻസ് കാണാൻ സാധിക്കും. 4ാമത് ഒരാളും കൂടി ഉണ്ട്, അതിൻ്റെ ലോൺ പെയർ വിച്ച് വിൽ ബി ഹാവിംഗ് ലീസ്റ്റ് പ്രയോറിറ്റി. അവിടെ ഒരു പിരമിഡൽ ഇൻവേർഷൻ നടക്കില്ല. കാരണം നൈട്രജൻ ഈസ് പാർട്ട് ഓഫ് എ ബ്രിഡ്ജ്ഡ് സിസ്റ്റം അല്ലെ? ബ്രിഡ്ജ് സിസ്റ്റത്തിൽ ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നത്തിങ് വിൽ ഹാപ്പൻ ഹിയർ. ഓക്കെ. സോ കൈറൽ സെന്റർ ആണ്. 5 കൈറൽ സെന്റർ ഉണ്ട്. സോ 5 ഈസ് ദി ആൻസർ. സോ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു NAT ആയിരുന്നു അത്. സോ 5 ഈസ് ദി ആൻസർ. ഓക്കെ. Let's see another one. Yeah, the types of chemically non-equivalent protons present in the following molecule is answer in integer. തന്നിരിക്കുന്നതിൽ നോൺ ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി എത്ര സിഗ്നൽസ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? സോ ദിസ് ഇസ് ദി സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് മിഥൈൽ കാണാം. This is the methyl. You can easily see that there is a symmetry അല്ലേ? എങ്ങനെയാണ് ആ സിമെട്രി ഉള്ളത്? ഇവിടെ നിന്നൊരു C2 ആക്സിസ് യൂസ് ചെയ്ത് ഇതെന്താണ് ഫ്ലിപ്ഡ് ആയിട്ട് ഈ പൊസിഷനിൽ വരും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താലും മതി. ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ദിസ് മിഥൈൽ വിൽ കം ഹിയർ, ദിസ് മിഥൈൽ വിൽ കം ഹിയർ, റൈറ്റ്? സോ ഈ മിഥൈലും സിമെട്രിക് ആണ്, വിച്ച് മീൻസ് ദേ വിൽ ബി ഗിവിംഗ് one signal, right? Now more than that, there is a sigma symmetry also, right? So I will not be drawing on the same structure because it will get spoiled alle. Namukku sigma ennu cheyande try to do. Here you can see easily visualize the sigma. ഏതാണ് sigma? ഇതാണ് plane bisecting the molecule അല്ലേ? This is that plane.
ഓക്കെ, ഈ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ഹാഫും ബാക്ക് ഹാഫും ഇറ്റ് സിമെട്രിക് അല്ല. ഇവിടെ ഒരു മീഥൈലുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു മീഥൈലുണ്ട് മിററായിട്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ബാക്കിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ദ സെയിം കേസ് ഓൺ ദി റൈറ്റ് സൈഡ് ഓൾസോ. ഇറ്റ്സ് ഓൾ മിററിംഗ്. ദാറ്റ് മീൻസ് ദീസ് മീഥൈൽസ് ആർ ഓൾസോ സിമെട്രിക്. അപ്പോൾ ഈ മീഥൈലിന് കിട്ടുന്ന അതേ സിഗ്നൽ ആയിരിക്കും ഈ മീഥൈലിന് കിട്ടുക. ആ മീഥൈലിന് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ ഓൾറെഡി 1 എന്ന നമ്പർ ചെയ്തു. ദാറ്റ് മീൻസ് ദിസ് മീഥൈൽ വിൽ ഓൾസോ ബി 1. സിമിലർലി ബോട്ടം മീഥൈലിന് കിട്ടുന്ന അതേ സിഗ്നൽ ആയിരിക്കും ഈ മീഥൈലിന് കിട്ടുക, വിച്ച് വിൽ ഓൾസോ ബി 1 അല്ലേ. അപ്പോൾ മീഥൈൽസിനെല്ലാം കൂടെ ഒറ്റ സിഗ്നലും വൺ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടോൺ ആണല്ലോ അല്ലേ. ദീസ് ആർ വൺ ടൈപ്പ് ഓഫ് പ്രോട്ടോൺ. സിമിലർലി യു വിൽ ബി ഹാവിങ് ഹൈഡ്രജൻസ് ഡൂയിങ് ദ സെയിം തിങ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഈ ഹൈഡ്രജൻ കിട്ടുന്ന അതേ സിഗ്നൽ ആയിരിക്കും ഈ ഹൈഡ്രജന് കിട്ടുക. അവർ രണ്ടും എന്താണ്, ഈക്വലൻ പ്രോട്ടോൺ ആണ് അല്ലേ. ഈ ഹൈഡ്രജൻസ് രണ്ട് ഈക്വലൻ പ്രോട്ടോൺ ആണ്. സിമിലർലി ഈ ഹൈഡ്രജൻസ് രണ്ട് ഈക്വലൻ പ്രോട്ടോൺ ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻസ് എല്ലാം കൂടെ ഒരു സിഗ്നൽ തരും അല്ലേ. ഈ മിഥൈലിൻ്റെ സിഗ്നലും ഹൈഡ്രജൻ്റെ സിഗ്നലും നോൺ ഈക്വലൻ്റ് ആണ്. സോ നോൺ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോട്ടോൺസ് ഇവിടെയുണ്ട്, അടുത്ത നോൺ ഈക്വലൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. സോ ടോട്ടലി നിങ്ങൾക്ക് 2 കെമിക്കലി നോൺ ഈക്വലൻ്റ് പ്രോട്ടോൺ ആണ് ഉള്ളത്. ടോട്ടൽ കൗണ്ട് അല്ല, 2 ടൈപ്പ് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. 2 വിച്ച് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ടു ദി കറസ്പോണ്ടിങ് NMR സിഗ്നൽ. 2 സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓൾറൈറ്റ്, നോ the specific rotation. This is a nice question. The specific rotation alpha D25, D എന്ന് പറഞ്ഞാൽ ഡ്യൂറ്റീരിയം ആണ് യൂസ് ചെയ്ത് സോഡിയത്തിൻ്റെ ഡി ലൈൻ ആണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഓഫ് S2 പെൻറ്റനോൾ. S2 പെൻറ്റനോൾ പ്ലസ് 13 ഡിഗ്രിയാണ്. അപ്പോൾ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട് ആൽഫ പ്ലസ് 13.0 ഡിഗ്രി. ഇത് എസിൻ്റെ ആണ്. ഓക്കെ, എസിൻ്റെ a 1 molar solution of S2 pentanol is mixed with an equal volume of, okay, let's be careful here, 1 molar solution of S pentanol. Okay, നമുക്ക് എടുക്കാം S പെൻറ്റനോളിൻ്റെ. ഓക്കെ, I'll just write S പെൻറ്റനോൾ എന്ന് എഴുതണ്ട. ഓക്കെ, ഇത് എസിൻ്റെ എന്താണ് 1 molar. 1 molar എന്ന് പറഞ്ഞാൽ എന്താണ്, 1 mol per 1 liter is mixed with an equal volume of, equal volume എന്ന് പറയുമ്പോൾ 1 ലിറ്റർ തന്നെ അല്ല, ഈക്വൽ വോളിയം 1 ലിറ്റർ ആണ്, ഓഫ് 1 molar സൊല്യൂഷൻ. അതും 1 molar സൊല്യൂഷൻ ആണ്, വിച്ച് മീൻസ് 1 mol per ലിറ്റർ. ഓക്കെ, അവിടെ എന്താണ് മിക്സ് ചെയ്തത്, റെസിമിക് ആയിട്ടുള്ള 2 പെൻറ്റനോൾ. റെസിമിക് എന്ന് പറയുമ്പോൾ ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ 1 ലിറ്ററിൽ 1 മോളാണ് മൊത്തം ആഡ് ചെയ്തതെങ്കിൽ റെസിമിക് എന്ന് പറഞ്ഞാൽ 0.5 മോള് എസ് ആയിരിക്കണം, 0.5 മോള് ആർ ആയിരിക്കണം. റൈറ്റ്, ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്കൊരു പുതിയ സൊല്യൂഷൻ കിട്ടും അല്ലേ. ആ പുതിയ സൊല്യൂഷനിൽ ഇപ്പോൾ എത്ര മോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വോളിയം 1 ലിറ്ററാണ് ആഡ് ചെയ്യുന്നത് വിചാരിച്ചാൽ ഫസ്റ്റ് 1ൽ 1 മോൾ ഉണ്ടല്ലേ, 1 മോൾ എസ് ഉണ്ട്. ഇവിടെ 1 മോള് എസും ആറിൻ്റെ ഈക്വൽ റേഷ്യോയുള്ള മിക്സർ ഉണ്ട്. ടോട്ടൽ ഇപ്പോൾ വോളിയം എത്രയായി, ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായി, ടോട്ടൽ വോളിയം 2 ലിറ്ററായി. സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം 2 ലിറ്റർ. ഇതിൽ എത്ര മോൾസുകൾ പ്രസൻ്റ് ആണ്, എസ് 1 മോൾ പ്രസൻ്റ് ആണ് അല്ലേ, ഫസ്റ്റ് 1ൽ നിന്ന്. പിന്നെ ഒരു 0.5 മോൾ എസ് രണ്ടാമത്തേതിൽ നിന്ന് വരും, പിന്നെ ഒരു 0.5 മോള് ആറ് വരും. അപ്പം ടോട്ടൽ എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ യു വിൽ ബി ഹാവിങ് 2 മോൾസ് അല്ലേ. കൗണ്ട് ചെയ്ത് 1 1.5 പ്ലസ് 0.5 2. 2 മോൾസ് പെർ 2 ലിറ്റർ, വിച്ച് മീൻസ് കോൺസെൻട്രേഷൻ എന്ത് തന്നെയാണ്, 1 മോൾ പെർ 1 ലിറ്റർ തന്നെയാണ് അല്ലേ. കോൺസെൻട്രേഷൻ റിമൈൻസ് ദ സെയിം. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പുതിയ മിക്സറിലുള്ള സൊല്യൂഷൻ എന്താണ് മോളിക്യൂൾസ് ഒന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഇതിൽ നിന്ന് വന്ന ഫസ്റ്റ് ബ്ലൂ കളറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന എസ് എന്താണ്, 1 മോൾ ഉണ്ട് അല്ലേ. അതേസമയം റെഡിൽ നിന്ന് വന്ന റെസിമി മിക്സറിൽ നിന്ന് വന്ന എസ് എത്രയുണ്ട്, 0.5 മോളുണ്ട്, 0.5 ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ മിക്സർ ഇപ്പോൾ ഇത്രയാണ്. ദിസ് ഇസ് ദ ടോട്ടൽ മിക്സർ, ഇതാണ് നിങ്ങൾ കാണുന്ന ടോട്ടൽ മിക്സർ. ഇതിനെ എനിക്ക് മറ്റൊരു രീതിയിൽ റീറൈറ്റ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ എസ് എത്രയുണ്ട് നിങ്ങൾ നോക്കിയേ. എസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, യു ഹാവ് 1 പ്ലസ് 0.5 ഉണ്ട് അല്ലേ. എസ് മാത്രം നോക്കുകയാണെങ്കിൽ 1 പ്ലസ് 0.5 വിച്ച് ഈസ് 1.5. ആർ എന്തേരെയുണ്ട്,
0.5 അല്ലേ. ടോട്ടൽ 2 മോൾസ് തന്നെയാണുള്ളത്. അതിൽ എസ് 1.5ഉം R 0.5 ആണുള്ളത് അല്ലേ. റൈറ്റ്. ഒരു ടോട്ടൽ ഒരു പെർസെൻറ്റേജ് ടൈംസിൽ എഴുതുവാണെങ്കിൽ എസ് എത്രയുണ്ട്? 1.5 ഔട്ട് ഓഫ് 2. ടോട്ടൽ 2 ആണുള്ളത്, അതിൽ 1.5 എസ് ആണ്. അതുപോലെ R എത്രയാണുള്ളത്? 0.5 ഔട്ട് ഓഫ് 2 അല്ലേ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 25%. എസ് എത്രയാണ്? 75% അല്ലേ. 75% എസ് ആണ് ഈ മിക്സറിലുള്ളത്. R എത്രയാണുള്ളത്? 25%. അതിൻ്റെ അർത്ഥം ഏതോ ഒരു എനാൻഷ്യോമർ കൂടുതലാണ്. ഏതാണ് കൂടുതലുള്ള എനാൻഷ്യോമർ? യു ക്യാൻ ഈസിലി സീ ദാറ്റ് ദിസ് ഇസ് ദി എക്സസ് എനാൻഷ്യോമർ അല്ലേ. അപ്പോൾ എക്സസ് എനാൻഷ്യോമറിന്റെ എത്രത്തോളമാണ് എക്സസ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എനാൻഷ്യോമറിക് എക്സസ് എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്ത് അല്ലേ. അപ്പോൾ ഇ എന്താണ്? പെർസെൻറ്റേജ് ഇ ഈക്വൽ ടു 75 മൈനസ് 25 divided by 75 plus 25 which is 50/100 അല്ലെങ്കിൽ 50% ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സൊല്യൂഷന്റെ എനാൻഷ്യോമറിക് എക്സസ് 50%, എസ് ആണ് കൂടുതലുള്ളത്. ഈ ഒരു സൊല്യൂഷന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായി മാറും? പ്യോർ എസിന്റെ 50% ആയിരിക്കും ഈ ഒരു സൊല്യൂഷന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അല്ലേ. അപ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സൊല്യൂഷന്റെ ഒപ്റ്റിക്കൽ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ പെർസെൻറ്റേജ് ഇ ഇൻടു പ്യോർ സാമ്പിളിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ആയിരിക്കും. റൈറ്റ്. സോ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സ്പെസിഫിക് റൊട്ടേഷൻ കിട്ടും. റൈറ്റ്. ദിസ് ഈസ് എ സ്പെസിഫിക് റൊട്ടേഷൻ. ഓക്കെ. സോ വാട്ട് വിൽ ബി ദിസ് വാല്യൂ? നിങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു 50 അല്ലെ 50% ഇൻടു പ്യോർ എത്രയാണ്? പ്യോറിൻ്റെ വാല്യൂ നമുക്കറിയാം +13 ഡിഗ്രി പ്ലസ് 13.0 ഡിഗ്രി അല്ലേ. ഓക്കെ. സോ ദിസ് ഈസ് ദി സ്പെസിഫിക് റൊട്ടേഷൻ. നോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒബ്സർവ്ഡ് റൊട്ടേഷൻ ആൽഫ. The observed rotation alpha of the resulting solution, അതായത് മിക്സ് ചെയ്തുണ്ടായിരിക്കുന്ന സൊല്യൂഷന്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ, സ്പെസിഫിക് റൊട്ടേഷൻ അല്ല. സ്പെസിഫിക് റൊട്ടേഷൻ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് 50% എന്താണ് ഇൻറ്റു പ്ലസ് 13 ഡിഗ്രി ചെയ്താൽ സ്പെസിഫിക് റൊട്ടേഷൻ കിട്ടും. ചോദിച്ചിരിക്കുന്ന ഒബ്സർവ്ഡ് റൊട്ടേഷൻ വെൻ മെഷേർഡ് ഇൻ എ പൊളാരിമീറ്റർ ട്യൂബ് ഓഫ് പാത്ത് ലെങ്ത് 10 സെന്റിമീറ്റർ ഈസ്. പാത്ത് ലെങ്ത് 10 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു പൊളാരിമീറ്റർ ട്യൂബിൽ കൂടി ഇതിൻ്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ മെഷർ ചെയ്താൽ അത് എത്രയായിരിക്കും? അപ്പോൾ ഇഫ് യു ക്യാൻ റീകളക്ട് ദി കറസ്പോണ്ടിങ് ഇക്വേഷൻ, നിങ്ങളുടെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റൊട്ടേഷൻ ഇൻടു കോൺസെൻട്രേഷൻ ഇൻടു പാത്ത് ലെങ്ത് ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ്റെ ഇതാണ് നിങ്ങളുടെ എന്താണ് മൊത്തം സൊല്യൂഷൻ്റെ ആണല്ലേ. അപ്പോൾ ആൽഫ ഓഫ് ദി സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ അതിന് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? ഡെസിമീറ്ററിലായിരിക്കണം. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? g/ml ആയിരിക്കണം. ലെങ്ത് ഡെസിമീറ്റർ. ഇത്രയാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ആൽഫയുടെ വാല്യൂ ഇവിടെയുണ്ട്. ഇതാണ് ആൽഫയുടെ വാല്യൂ. ദിസ് ഇസ് ആൽഫ അല്ലേ. വി ക്യാൻ റൈറ്റ് ദി സെയിം. Can do the calculation. 50% into 13.0 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് നമുക്കുള്ളത്. ഇനി കോൺസെൻട്രേഷൻ എത്രയാണ്? കോൺസെൻട്രേഷൻ ഇവിടെ കണ്ടോ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 1 mol per 1 liter ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. കോൺസെൻട്രേഷൻ ഈക്വൽ ടു 1 mol per 1 liter എന്നാണ്. നമുക്ക് വേണ്ടത് എന്താണ്? g/ml ആണ്. അപ്പം ഡിനോമിനേറ്ററിൽ ഉള്ളത് ഒരു മില്ലി ലിറ്റർ ആണ് വേണ്ടത്. ഇവിടെ ലിറ്ററിലാണ്. അത് കുഴപ്പമില്ല, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ മില്ലി ആയിട്ട് മാറ്റാൻ ഇറ്റ്സ് ഈസി. പക്ഷെ മേലെ മോളിലാണ് കിടക്കുന്നത്. അതിനെ ഗ്രാം ആക്കി മാറ്റണം. ഗ്രാം ആക്കി മാറ്റണമെങ്കിൽ വാട്ട് വി നീഡ് ദി കറസ്പോണ്ടിങ് മോളിക്കുലർ വെയിറ്റ്. മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി കോമ്പൗണ്ട് തന്നിട്ടുണ്ട് 2-pentanolന്റെ 88 g/mol ആണ് അല്ലെ. അപ്പൊ ഇതിനെ 88 g/mol ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വി ക്യാൻ സീ ദാറ്റ് യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മോളും ക്യാൻസൽ ആവും. യു വിൽ എൻഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് വാട്ട് 88 gram ഡിവൈഡഡ് ബൈ 1 liter എന്ന് കിട്ടും അല്ലേ. സോ ദിസ് ഈസ് ദി കോൺസെൻട്രേഷൻ ഇൻ g/liter. ഓക്കെ. ഇനി ഈ ലിറ്ററിനെ 1 liter നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം ml-ലേക്ക്. 1 liter എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ml ആണ്. 1000 ml ആണ്. റൈറ്റ്. സോ ഇറ്റ് ഈസ് ഈസി. സോ നിങ്ങൾക്ക് 88
ഇൻറ്റു 10⁻³ gram per ml ആണ് കോൺസെൻട്രേഷൻ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് റിക്വയർഡ് യൂണിറ്റിൽ കിട്ടി. കറക്റ്റ്, റിക്വയർഡ് യൂണിറ്റിൽ കിട്ടി. ദിസ് ഇസ് ദി കോൺസെൻട്രേഷൻ, സി വാല്യൂ. അപ്പോൾ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ്, വി ക്യാൻ ഡു ദി സബ്സ്റ്റിറ്റ്യൂഷൻ. 88 ഇൻറ്റു 10⁻³ ഓക്കെ. നൗ ലെങ്ത് ഡെസിമീറ്ററിൽ വേണം. ഇവിടെ ലെങ്ത് എത്രയാണ്, പാത്ത് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് നത്തിങ് ബട്ട് 1 ഡെസിമീറ്റർ. സോ ഐ വിൽ ബി റൈറ്റിംഗ് ജസ്റ്റ് 1 ഹിയർ ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ ഡെസിമീറ്റർ ഓൾറെഡി അല്ലേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. 50% പറഞ്ഞാൽ എന്താണ്? 50% നത്തിങ് ബട്ട് 1/2 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 13 ഇൻറ്റു 88 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2. റൈറ്റ്. സോ ദിസ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് 88 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 44 ആണ്. 44 ഇൻറ്റു 13 ഇൻറ്റു 10⁻³ ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. 44 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 44 ഇൻറ്റു 10 + 3 ചെയ്താൽ മതി. 44 ഇൻറ്റു 10 440. ഇനി 44 ഇൻറ്റു 3 എന്താണ്? 44 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലേ. 40 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 120. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ 132 വരും. റൈറ്റ്. സോ ആഡിങ് ദീസ് ടു യു വിൽ ഗെറ്റ് 572 ഈക്വൽ ടു 572 ഇൻറ്റു 10⁻³ അല്ലേ, which is nothing but 0.572. So this should be the answer, right? This should be the answer, alpha of the solution. Okay, ഏത് സൊല്യൂഷൻ? 50% ഈ ഉള്ള സൊല്യൂഷൻ. ഓക്കെ, തന്നിരിക്കുന്ന എത്ര ഡെസിമൽ പ്ലേസിലാണ് വേണ്ടത്? റൗണ്ടഡ് ഓഫ് ടു 3 decimal place. So the answer should be written like this itself. അല്ല, ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. 0.572. ഓക്കെ. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 19 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ 19 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓൾറൈറ്റ്. സോ പ്രിറ്റി മച്ച് കൈൻഡ് ഓഫ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇൻ എ വേ. പക്ഷേ ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ കൺസെപ്ച്വലി നോക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. സോ ഇൻ എ വേ വി ഹാവ് ഡിസ്കസ് ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. And that's it. Thank you guys.